ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുപോലെ തിങ്കളാഴ്ചകളിൽ നമ്മൾ സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ടോപ്പിക്കുകളാണ് പൊതുവെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 മൺഡേകളായി നമ്മൾ വിവാഹം സ്വർഗമാക്കൽ, മാരിറ്റൽ എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ഇങ്ങനെ ഒത്തിരി പഠനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയരാമൻ സാറ് തീർച്ചയായിട്ടും അതിനകത്ത് വളരെയധികം കോൺട്രിബ്യൂഷൻസ് ആണ് നൽകുന്നത്. അത് തന്നെയല്ല, ഈ വിഷയം എല്ലാവർക്കും ജനകീയമായ ഒരു വിഷയം എന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയാനും ഒക്കെ ഉള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. പക്ഷെ എങ്കിലും വിജയരാമൻ സാറിൻ്റെ കണ്ടന്റ് അത് വളരെ കൃത്യതയോടെ സാർ അത് ഡെലിവർ ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള ഓരോരോ പ്രത്യേക വശങ്ങൾ, പ്രത്യേകിച്ച് വൈവാഹിക ജീവിതത്തിൽ സംഭവിക്കുന്ന അതിൻ്റെ പല സ്റ്റേജസുകൾ, അതിൻ്റെ അകത്ത് ആരോഗ്യപരമായിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യപരമായ വേർപാടുകൾ എന്നൊക്കെ പറയുന്ന തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പഠനത്തിന് ആധാരികം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് സാറ് പ്രസ്താവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രത്യേകത. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും ഒക്കെ വലിയൊരു മുതൽക്കൂട്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മുടെ 6ാമത്തെ സെഷനാണ് മാരിറ്റൽ എൻറിച്ച്മെന്റിന്റെ. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട വിജയരാമൻ സാറിനെയും ക്ഷണിക്കുകയാണ്. സാർ ഒരു ഫാമിലി തെറാപ്പിസ്റ്റാണ്. ഒത്തിരി പഠനങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നു. അതോടൊപ്പം ട്രാൻസാക്ഷൻ അനാലിസിസിനെയും വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. കൗൺസിലറാണ്. അപ്പം അങ്ങനെ പല നിലകളിൽ ഈ ടോപ്പിക്കിനെ എൻറിച്ച് ചെയ്യാൻ തീർച്ചയായിട്ടും വിജയരാമൻ സാറിന് സാധിക്കും എന്നുള്ള അപൂർണ വിശ്വാസത്തിൽ നമുക്ക് വിജയരാമൻ സാറിനെ കേൾക്കാം. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. നമ്മളിപ്പോ ഞാൻ നേരിട്ട് തന്നെ ഷെയറിങ്ങിലോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ 6ാമത്തെ സെഷനിലേക്കാണ് പോകുന്നത്. കേൾക്കുന്നുണ്ടെന്നെ? കേൾക്കാം. ഓക്കെ, കേൾക്കാമല്ലോ അല്ലെ? നമ്മള് സംഘർഷ പരിഹാരമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. നേരിട്ട് സ്ലൈഡിന്റെ ആ പ്രസക്ത ഭാഗത്തിലേക്ക് തന്നെ പോവുകയാണ്. അതൊരു ഏകദേശം നമ്മൾ സമയം എടുത്തിട്ട് നമ്മൾ ചിന്തിച്ച വിഷയമാണ് സംഘർഷ പരിഹാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണത്. നമ്മൾ വളരെയധികം സമയം എടുത്തു. ആശയവിനിമയത്തിലും നമ്മൾ സമയം എടുത്തു. ഇതൊക്കെയാണ് മെരിറ്റൽ എൻറിച്ച്മെന്റിന്റെ പ്രധാനപ്പെട്ട കാതലായുള്ള വശങ്ങൾ. സംഘർഷ പരിഹാരത്തിന് നമുക്ക് ഏകദേശം ഐഡിയാസ് ഒക്കെ നമുക്ക് ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സംഘർഷങ്ങളില്ല, കോൺഫ്ലിക്റ്റുകളില്ല എങ്കിൽ വൈവാഹിക ബന്ധം ഏത് ക്വാളിറ്റിയിലെത്തും എന്ന് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ വൈവാഹിക ബന്ധത്തിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ്, എന്തില്ലെങ്കിലാണ് വൈവാഹിക ബന്ധം ബോറനായിട്ട് മാറുക എന്നുള്ള കൺസിഡറേഷൻ പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഇന്റിമസിയിലേക്കാണ്. ഇന്റിമസി വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ മോർ ദാൻ 50% ഡിസ്കഷൻ വഴി, ഇന്ററാക്ഷൻസ് വഴി നമ്മൾ മുന്നോട്ട് പോകണം. അത് തന്നെയാണ് നമ്മുടെ രീതി. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പൊ വിജയകരമായ ദാമ്പത്യത്തിന് ഉയർന്ന ലെവൽ ഇന്റിമസി വേണം. ഉയർന്ന ലെവൽ ഇന്റിമസി, താഴ്ന്ന ലെവൽ ഇന്റിമസി, അങ്ങനെയൊക്കെ പറയുന്നു അല്ലെ. പിന്നെ സെൽഫ് ഡിസ്ക്ലോഷർ കൂടുതൽ വേണം. ഇത് രണ്ടും കൂടി കൂടിയാലാണ് ദാമ്പത്യം ബന്ധം വിജയിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കോൺഫ്ലിക്ട് റിസൊല്യൂഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. കോൺഫ്ലിക്റ്റിലുള്ള ദമ്പതികൾ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് റിസോൾവ്ഡ്, അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഇന്റിമസി ഉണ്ടാവില്ല. അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. അപ്പൊ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാത്തവർക്ക് അല്ലെ ഇന്റിമസി ഉണ്ടാവും. പക്ഷെ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല, ഒരു ദാമ്പത്യം ഒന്നും ഉണ്ടാവില്ല. അതും നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി. അപ്പൊ എന്താണ് കോൺഫ്ലിക്റ്റുകളും ഇന്റിമസിയും തമ്മിലുള്ള എന്താണ് ആരോഗ്യകരമായിട്ട് കോൺഫ്ലിക്റ്റുകൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ
ഇന്റിമസി ഉണ്ടാവും. അങ്ങനെയല്ലേ? പിന്നെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ബന്ധങ്ങളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഈ ഈ പർട്ടിക്കുലർ ദമ്പതികൾക്ക് ഇന്റിമസി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ, നമ്മൾ അറിയുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമുക്ക് വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആകാം, അല്ലെ? അപ്പോ ഇന്റിമസി ഉണ്ട്. ഇന്റിമസി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദാമ്പത്യ ബന്ധത്തിൽ, നമുക്കറിയാം. അതില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അത് വളരെ ബോറടിക്കുന്ന ഒരു ബന്ധമായിട്ട് മാറുകയാണ്. അപ്പോ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? അതായത് കപ്പിൾ ടൈം അവർ വേർതിരിക്കും എന്നത് പറയുന്നത്. കപ്പിൾ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദമ്പതികൾ ഒന്നിച്ച് ചെലവഴിക്കുന്ന സമയം. ആ സമയത്ത് അവർക്ക് യാതൊരുവിധ ആർഗ്യുമെന്റ്സും തർക്കങ്ങളും ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഒരുമയുടെ ഭാഷ ഉണ്ടാവുള്ളൂ. ഒന്നിച്ച് നമ്മൾ എന്ന ചിന്താഗതിയിലായിരിക്കും അവർ ജീവിക്കുക. നീ ഞാൻ അവിടെ ഇല്ല, അവരൊന്നാണ്. അങ്ങനെ, അതാണ്. പിന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, വ്യക്തമായിട്ട് ചോദ്യങ്ങളുണ്ട് നമുക്ക്. ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നല്ല, ഇങ്ങനെ ഈ ഉട്ടോപ്യൻ കൺസെപ്റ്റ് എന്നല്ല ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതില് പ്രശ്നങ്ങളുണ്ട്. അത് പ്രശ്നങ്ങളില്ലാതെ ഒരാൾക്കും ജീവിക്കാനും പറ്റില്ല ഈ ഭൂമിയില്. അപ്പൊ പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. വാദപ്രതിവാദം നടത്തേണ്ടി വരില്ലേ? അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവും. തർക്കം ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷെ ഈ ഇന്റിമസി ഉള്ള ദമ്പതികൾ അതെങ്ങനെ, എന്താണ് ചെയ്യുക? അവര് അതെല്ലാം ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കുന്നതാണ് പറയുന്നത്. എന്താണ് ഈ ക്യാപ്സ്യൂൾ രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നത്? ക്യാപ്സ്യൂൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഈ രാഷ്ട്രീയത്തിലൊക്കെ ആയിട്ടുള്ള ആഭിമുഖ്യമുള്ള ആൾക്കാർക്ക് അറിയാം. ഈ ഇതില് നവമാധ്യമത്തില് വൈകാരികമായിട്ടുള്ള വളരെ ഡിസ്കഷനും വളരെ അടിപിടികളൊക്കെ നടക്കും. അപ്പൊ ചില രംഗത്ത് നിന്ന് ഇത് അവരെന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഇതില്. അപ്പൊ അതിന്റെ ഈ നിയന്ത്രിക്കാനായിട്ട് ചില ക്യാപ്സ്യൂളുകൾ ഇറക്കുക ചെയ്യാം. അപ്പൊ ആൾക്കാർ ആ ക്യാപ്സ്യൂളിന്റെ പുറകെ പോകും. പിന്നെ ക്യാപ്സ്യൂളേ ഉള്ളൂ, തർക്കമില്ല. ചർച്ച ചെയ്യാൻ ക്യാപ്സ്യൂളേ ഉള്ളൂ. അതുപോലെ ഒരു ക്യാപ്സ്യൂൾ, ആ ക്യാപ്സ്യൂളാണ് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തരും. ആ രീതിയിൽ തർക്കങ്ങളെയും പ്രശ്നങ്ങളെയും പരുവപ്പെടുത്തും അവർ മനസ്സിൽ വെച്ചിട്ട്, മനസ്സിന്റെ അകത്ത് രണ്ടുപേരും. അപ്പോ എന്നിട്ട് ഈ ക്യാപ്സ്യൂൾ അവര് കപ്പിൾ ടൈമില് ഈ പ്രശ്നം ഒന്നുമില്ല കേട്ടോ. ഇത് പിന്നെ അല്ലാത്ത സമയത്ത് ഇവര് ചിന്തിച്ചല്ല ഇങ്ങനെ പരിഹരിക്കുന്നത് കറക്റ്റ് ചെയ്യും, പെട്ടെന്ന് അവതരിപ്പിക്കും, പരസ്പരം പെട്ടെന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. അതിനുള്ള കഴിവ് അവർക്ക് ഉണ്ടാകും എന്നുള്ളത്. ഇതാണ് വ്യത്യാസം, തിരിച്ചറിയേണ്ട വ്യത്യാസം. പിന്നെ പലതരത്തിലും ഇന്റിമസികൾ ഉണ്ടെന്ന് പറയുന്നു. ഫിസിക്കൽ ഇന്റിമസി, ശാരീരികം. ഇമോഷണൽ ഇന്റിമസി, ഇങ്ങനെ. അത് മാത്രമല്ല, ലീവ് ഇന്റിമസികളുണ്ട്. ഞാൻ കുറച്ച് ചർച്ചയ്ക്ക് വിടാണ്. അതെ, സ്പിരിച്വൽ അല്ലെ ഇന്റിമസി. അങ്ങനെ കുറെ ഇന്റിമസികളുണ്ട്, പലതരത്തിലുള്ള ഇന്റിമസികളുണ്ട്. അപ്പോ അത് ചർച്ചയ്ക്ക് വിടാണ്. അപ്പൊ എന്താണ് ഇന്റിമസി ഉണ്ടെങ്കിലുള്ള ഗുണം? മെരിറ്റൽ ബോണ്ടിങ്. നമുക്കറിയാം, ബോണ്ടിങ് വേണം ദമ്പതികൾ തമ്മിൽ. ഇത് ശക്തിപ്പെടുത്താൻ ഇന്റിമസി കൂടിയേ തീരുന്നതാണ്. ചെറുതായിട്ട് നമുക്ക് ഡിസ്കഷനിലോട്ട് പോകാമോ? എന്താണ് പലർക്കും പല രീതിയിലാരും എക്സ്പെക്ട് ചെയ്യുന്ന, പ്രതീക്ഷിക്കുന്ന ഇന്റിമസി പലരും. ഒന്ന് ഡിസ്കഷനിലോട്ട് പോകാം അല്ലെ? തീർച്ചയായും. ഇന്റിമസി പരസ്പരം റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റിമസിയാണ് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് ഫീൽ ചെയ്യുന്നത്. റെസ്പെക്ട്ഫുൾ, പരസ്പരം ബഹുമാനിക്കുന്ന തരത്തില്. ബഹുമാനത്തോടു കൂടിയുള്ള. സാറിന്റെ കൺസെപ്റ്റിലുള്ള ഇന്റിമസി അതാണോ? അങ്ങനെയല്ല, അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ആയിരിക്കും ഇന്റിമസിയിൽ ഉണ്ടാവുക. അതെന്താണെന്ന് ചോദിച്ചു. സാറിന്റെ വ്യക്തിപരമായിട്ട് പറയാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി. പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക, അണ്ടർസ്റ്റാൻഡിങ് തലത്തിലാണ്. കാരണം ഇപ്പൊ നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ ആ കോൺഫ്ലിക്റ്റിലൂടെ മനസ്സിലാകുന്നത് പുതിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പാർട്ടാണ്. കറക്റ്റ്. അതായത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ അല്ലെ? ഒരു വഴക്കുണ്ടാകുമ്പോഴും ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടാകുന്നത്. ഒരു വഴക്കിന്റെ റീസൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇതാണ് അവിടെ ആപ്ലിക്കബിൾ, അല്ലെങ്കിൽ ഇതാണ് ഇവിടെ ആപ്ലിക്കബിൾ എന്ന് മനസ്സിലാക്കുന്ന ഒരു തലമാണ്.
അപ്പോൾ അത് അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഇൻറ്റിമസിയിലേക്ക് കടന്നു വരാൻ എളുപ്പം. കാരണം ഇയാളെ ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു ഫീലിംഗ്. അപ്പോൾ അതിൻ്റെ ഒരു ഘടകമായിട്ട് അതിനെ കൂട്ടാം. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം അല്ലേ സാർ, അതല്ല ഉദ്ദേശിച്ചത്? ആ ബി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയില്ലേ ഇപ്പൊ ഇതിനല്ലേ? അതെ അതായത് നമ്മള് പരസ്പരം ദമ്പതികൾ ഇപ്പൊ മാക്സിമം സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് പറയുന്നത്. അപ്പൊ അതായത് പരസ്പരം എങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ പറ്റും, ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും അതിനെക്കുറിച്ച് അതേ ആ രീതിയിൽ പെരുമാറാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ആണ് ദമ്പതികൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ മാക്സിമം സമയം ചെലവഴിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു കാര്യമാണ് സാർ, അതാണ് ആഗ്രഹിക്കുന്നത്. അതായത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കുക അല്ലെ, പെരുമാറാൻ മാക്സിമം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കൂടുന്നതനുസരിച്ച് ഈ പറയുന്ന ഇന്റിമസിയുടെ തലങ്ങൾ കൂടും, കോൺഫ്ലിക്റ്റുകൾ കുറയും. ഇപ്പോൾ ഒരു പറഞ്ഞില്ല വഴക്ക്, ഇതൊക്കെ നാച്ചുറലാണ്, ഇതൊക്കെ ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ആ കണ്ടീഷൻ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ പാർട്ട്ണർക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് മാറ്റി അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കണ്ടിന്യൂ, ആ ഒരു പ്രശ്നം പിന്നെ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത മുന്നോട്ടുണ്ടായി വരും. അങ്ങനെ നമുക്ക് ഓരോരോ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാം. സാർ, ഒരു നിഷ്കളങ്കമായ ചോദ്യം ചോദിച്ചിട്ട്, ഈ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളത് നമ്മൾ സത്യത്തിൽ അല്ല, ഉദ്ദേശിക്കുന്നത്? അതിപ്പോ ഇപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ സാറ് ശ്രദ്ധിച്ച് നോക്കി, ഇപ്പം നമ്മൾ ടി വിയിൽ കാണുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു വാക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, ഉം. അല്ലെ? അത് ഭയങ്കര പ്രശ്നമുള്ളതാണെന്ന് ഇപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയും. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഈ പറയുന്ന സാഹചര്യം തന്നെ ഈ പല ആരോപണങ്ങളും പുറത്തു വരാത്തത് പലതും അണ്ടർസ്റ്റാൻഡിങ്ങിന് മേളിൽ മറിഞ്ഞു പോകുന്നതാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തിരിച്ചറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമായിട്ട് നിൽക്കാനുള്ള ഒരു കഴിവാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. എന്നാൽ സാർ, ഞാൻ നിഷ്കളങ്കമായിട്ട് അർത്ഥത്തില് ഇപ്പൊ ഈ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കിപ്പോ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. എന്റെ വൈഫിന് ഈ രീതിയിലൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ, ഇച്ചിരി വളരെ അത് അവളുടെ സ്വഭാവമാണ് അല്ലെ. അപ്പൊ അപ്പൊ അങ്ങനെ സാർ അത് ആ അണ്ടർസ്റ്റാൻഡിങ്ങില് സാർ പെരുമാറും. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. ഫ്രെയിം ഓഫ് റെഫറൻസ് ആളെ കൃത്യമായിട്ട് ഐഡന്റിഫൈ, അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു സൈഡ് ഐഡന്റിഫൈ ചെയ്താൽ ഒരു പരിധി വരെയൊക്കെ കോംപ്രമൈസ് ചെയ്യാം. രണ്ടും ഓക്കെ ആണെങ്കിൽ ഓക്കെ. അതെ. അപ്പൊ സാറ് ജീവിതം എത്രയും കാലം ജീവിച്ചിട്ടുണ്ട്. അപ്പൊ സാറ് മനസ്സിലാക്കുന്നു അല്ലെ, അതാണ് അല്ലെ, മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പെരുമാറുന്നു. മനസ്സിലാക്കിയാൽ പ്രശ്നം പകുതി തീരും, പകുതി പ്രശ്നങ്ങൾ തീരാം. അതാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലാകാതെ വരുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് ആയിട്ട് വരാൻ സാധ്യത വരുന്നത്. ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ സാറ് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞു, രണ്ടിനോടൊപ്പം തന്നെ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. അഡ്ജസ്റ്റ്മെന്റ് സാറ് അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ലേ ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡിങ്ങില് അഡ്ജസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്? സത്യത്തിൽ സാറിന് ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹം സാറിൻ്റെത്? അല്ല, അത് അഡ്ജസ്റ്റ്മെന്റ് പറ്റുന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെ ഇവൾക്ക് ഇങ്ങനെ പറ്റൂ, അല്ലെങ്കിൽ അല്ലെ അദ്ദേഹത്തിന് അങ്ങനെ പറ്റൂ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് നമ്മള് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്. അല്ല, ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സാർ അതിനകത്ത് വേറെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഇവന്റ്. ഈ ഒരു പ്രശ്നത്തിന് ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു അഡ്ജസ്റ്റ്മെന്റ്. മറ്റേത് അങ്ങനെയല്ല, ലോങ് വേ ആണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഒരിക്കലും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ തലത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് കോൺഫ്ലിക്റ്റിന്റെ പ്രശ്നം ഇല്ല. അണ്ടർസ്റ്റാൻഡിങ് ആകുന്നില്ലെങ്കിൽ പിന്നെ ഉണ്ടാകാം. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിലേ ഉള്ളൂ, ഒരു മിനിറ്റ്, ഒരു സമയത്തേക്ക്, ഒരു ചാൻസിൽ, ഒരു സാധ്യതകളിലും ഉള്ളൂ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലതാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് തലത്തിൽ പോയാൽ. അത് ലോങ് റണ്ണിന് പറ്റുന്നതാണ്, ഇന്റിമസിക്ക് പറ്റിയ ഒരു പാറ്റേൺ ആണ് ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഇപ്പോൾ നമ്മൾ പറയാം, കളറിനെ ബേസ് ചെയ്താകാം, ഹൈറ്റിനെ ബേസ് ചെയ്താകാം, ഫാമിലി ബേസ്ഡാകാം, സാമ്പത്തികമാകാം, പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സിനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ ഒരിക്കലും അത് പോസിബിൾ ആകത്തില്ല. പക്ഷെ അതാണ് ഞാൻ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞ ആ ഒരു ടൈമായിട്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ, അത് പരസ്പരം ഉണ്ടെങ്കിൽ ഇച്ചിരി ഈസി ആയിട്ട് കാര്യങ്ങൾ ഈ പറയുന്ന ഇന്റിമസി ലെവലിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാർ, ഞാൻ പറയട്ടെ, ഇത് ഇന്റിമസി നമ്മൾ സബ്ജക്ട് വിട്ടു പോവാ. സത്യത്തില് അഡ്ജസ്റ്റ്മെന്റും ഇതൊന്നും അല്ലല്ലോ ഇന്റിമസി എന്ന് പറയുന്നത്. അല്ല, ഇന്റിമസിയിലേക്ക് എത്തുന്ന ഘടകമാണെന്നാ പറഞ്ഞത്. ഇന്റിമസിക്ക് എത്തുന്ന ഘടകമാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അല്ലേ? അതെ, പരസ്പര പൂരകമായിട്ട് നിൽക്കാൻ പറ്റുന്ന സാധ്യതകളൊക്കെ വളരെ കുറവാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ, എനിക്ക് മനസ്സിലായി ഇതാണ് അവിടുന്ന് കിട്ടാവുന്ന സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ഒരു ബോസ്
അല്ലെങ്കിൽ ഈ പാർട്ട്ണർ ഏതും ആയിക്കോട്ടെ. അപ്പോൾ അവരിൽ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? പ്രതീക്ഷിക്കാൻ പറ്റുന്നതിന് പൂർണ്ണമായിട്ടും പരസ്പര പൂരകത്വം എന്ന് പറയുന്നത് അവിടെ ഇല്ലാത്തത് നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ ഇവിടെ എല്ലാം ഇന്റിമസിയുടെ ഇംഗ്ലീഷ് വാക്ക് ഇന്റിമസ് എന്നുള്ള വാക്കെന്ന് വന്നിട്ടുള്ളതാണ്. അതായത് ഇന്നർ അല്ലെങ്കിൽ ഇന്നർ മോസ്റ്റ്, ഇതാണ് ഇതിന്റെ അർത്ഥം. അതായത് അല്ലെങ്കിൽ അകത്തിനകം, ഇതാണ് മലയാളത്തിലെ അർത്ഥം ഇന്റിമസി എന്നുള്ളതിന്. ഇന്നർമോസ്റ്റിലേക്ക് എത്താൻ, ഈ പറയുന്ന ഇന്നർമോസ്റ്റിലേക്ക് എത്താൻ നമ്മുടെ പെരിഫറലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പാർട്ടാണ് അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഉദ്ദേശിച്ചത്. അണ്ടർസ്റ്റാൻഡിങ് സാർ, അപ്പൊ എനിക്കതില് അറിയില്ല. അത് ഞാൻ അന്വേഷിക്കുന്ന വിഷയമാണ്. പലരും ഇങ്ങനെ പറയാറുണ്ട് അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷെ ഇഗ്നു പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ശരി, അതായത് ശരിയായ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ശരി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അഭിപ്രായത്തില് ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷനില്, കണ്ടിന്യൂസ് കോൺഫ്ലിക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആയിരിക്കും നല്ലത്. ഒരേ വിഷയത്തിൽ പല പ്രാവശ്യം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും നല്ലത്. അവിടെ അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം. അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ചാൻസ് ഇല്ല എന്ന് വേണം ചിന്തിക്കാൻ. എനിവേ, നമുക്ക് റോയ് സാർ ഉണ്ട്, പവന മാം ഉണ്ട്, അവരോട് ഒന്ന് ചോദിക്കാം. റോയ് സാർ. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞു, ഇന്റിമസി എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട പങ്കാളിയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹം, അതാണ് ഇന്റിമസി. അങ്ങനെ ഒരു ഇന്റിമസി വരണമെങ്കിൽ പങ്കാളിയെ ആ സിറ്റീസിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം രണ്ടുപേരും. ഇപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ഇഷ്ടപ്പെടാത്തത് കാണാം, അതിനെ പല പ്രാവശ്യം പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ അത് ജയിക്കാനുള്ള ഒരു ശ്രമം ഈ പങ്കാളിയുടെ ഭാഗത്തുനിന്ന് വരത്തുള്ളൂ, രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് അതേ വരത്തുള്ളൂ. നേരെ മറിച്ച് ഇത് പങ്കാളിയെ കൊണ്ട് നടക്കുകയില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരൊന്ന് മറിച്ച് ചിന്തിക്കും. അപ്പം അതുപോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഈ ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ പറ്റുന്നു. അതല്ലാണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ വന്നാൽ ഈ ചെവിതല കേൾക്കാൻ ഒക്കെയല്ല, ചില താമസം വന്നാലും മതി എന്ന് തോന്നുന്ന ഭാഗത്ത് ഇൻറ്റിമസി ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇഷ്ടപ്പെടാത്ത പ്രവർത്തികളാണ് കാണിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് ഞാൻ കാണുന്നൊരു. അപ്പോൾ ഇൻറ്റിമസി ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബജീവിതം സന്തോഷമായി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആ ഇൻറ്റിമസിയുടെ ഘടകങ്ങളെ സാറ് കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ സംഘർഷഭരിതമായ ജീവിതത്തിൽ നിന്ന്, കുടുംബജീവിതത്തിൽ നിന്ന് അത് മാറ്റിയെടുക്കാനുള്ള കുറേ ഘടകങ്ങൾ പറഞ്ഞു. കറക്റ്റാണ്. അങ്ങനെ ഇൻറ്റിമസി കീപ്പ് ചെയ്യണമെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലാണ്ട് തർക്കങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ ബെഡ്ഷീറ്റ് വിരിക്കുന്ന കാര്യമാണെന്ന് പറയുക, വിരിച്ചേച്ച് പോകണം. അത് വിരിക്കുന്ന ഒരു സ്വഭാവം ഒരു പങ്കാളിക്കില്ല, മറ്റേ ആ പോവില്ല. അപ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഇങ്ങനെ വിരിക്കണം എന്ന് ദേഷ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ചില കുറ്റപ്പെടുത്തലുകളോടെ പറയുമ്പോഴത്തേക്കും ആ കുറ്റപ്പെടുത്തലേക്കായിരിക്കും ശ്രദ്ധ പോകുന്നത്. അതല്ലാണ്ട് പേടിച്ചിട്ടൊന്നും അത് ചെയ്യുമെന്ന് എനിക്ക് മറന്നു പോകുന്നതായിരുന്നു. അപ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ട് രക്ഷയില്ല, ഞാൻ തന്നെ വിരിക്കാം, അല്ലാണ്ട് എന്നെ ചെയ്യണേ എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യത്യാസമില്ല. സംഘർഷവിരുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ ഒന്ന് ആ സിറ്റീസിൽ നമ്മൾ പങ്കാളിയെ ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം സൗമ്യമായി നടത്തുക. അത് പറ്റാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളാകുന്നത്. അപ്പോൾ വിളിച്ചു പറയുന്നത് ചിലപ്പോൾ പങ്കാളിയുടെ വീട്ടിലെ അപ്പനെ ആയിരിക്കും, അമ്മേനെ ആയിരിക്കും, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ ആയിരിക്കും ഇവർ പറയുന്നത്. എന്തിനാ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തുന്നതാണ്. ഇത് പല ദമ്പതികളും ചെയ്യുന്ന പണി അതാണ്, ഭീഷണിപ്പെടുത്തുക. ഇത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അപ്പൻ അങ്ങനെ, നീ അങ്ങനെ പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ അമ്മ എങ്ങനെയായിരിക്കും എന്ന് തിരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നത് പ്രശ്നങ്ങളാവും. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഇത് കീപ്പ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും. അപ്പോൾ അവിടെ ഇൻറ്റിമസി നഷ്ടപ്പെടും. അപ്പോൾ മൂലകുടുംബത്തിലെ ചില സ്വഭാവങ്ങളും ഒക്കെ രണ്ടുപേർക്കും കാണാൻ പങ്കാളിക്കും. അത് ആക്സെപ്റ്റ് ചെയ്യുകയും അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള സ്നേഹമായിട്ട് തുടങ്ങിയാൽ ആദ്യ കാലഘട്ടങ്ങളിൽ, പിന്നെ കഴിഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇൻറ്റിമസി കീപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന്, രണ്ടുപേരും കാണേണ്ട ഒരു പ്രധാന കാരണമാണ് മരണം വരെയും എൻ്റെ എല്ലാം ഇദ്ദേഹമാണ് അല്ലെങ്കിൽ അവളാണ് എന്ന് കാണുന്ന ആ ഒരു സിറ്റുവേഷനും, അതിലൂടെ രണ്ടുപേരെയും കറക്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.
അപ്പോൾ സാധാരണയായി ചെയ്യുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നാൽ അത് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഒച്ചയിൽ വർത്തമാനം പറയുകയും ചില വാക്കുകൾ പറയുകയോ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവർ കേൾക്കുമല്ലോ എന്നോർത്ത് കറക്റ്റ് ചെയ്യുമെന്നാണ് പങ്കാളിയുടെ ഒരു കാര്യം. അപ്പോൾ താഴോട്ട് ഇറങ്ങിയെന്ന് അയൽവക്കംകാർ കേൾക്കേണ്ട വിധത്തിൽ വിളിച്ച് പറയുക എന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടെ അയൽവക്കംകാർ കേട്ടാൽ മോശമാണല്ലോ, അതുകൊണ്ട് നേരെയാക്കും എന്നതാണ് മറ്റൊരാൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വക അടവുകളാണ് സാധാരണ പ്രയോഗിക്കുന്നത്. ഈ വിച്ചാത്തി എടുത്ത് കുത്തുന്നതിലേക്കും വേദനാജനകമായിരിക്കും ഈ പറയുന്ന അബ്യൂസ്ഡ് മറ്റു വാക്കുകൾ വിളിച്ചു പറയുന്നത്. ഇത് സാധാരണയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ കുറേയൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായിട്ട് വരുന്ന ഒരു ഭാഗം. സാറിന്റെ കൺസെപ്റ്റിലുള്ള ഇന്റിമസി അല്ലെ? അതാണ് ഇന്റിമസി ആയിട്ട് ഞാൻ കാണുന്നത്. രണ്ട് ഫിസിക്കൽ ഇന്റിമസി ഒന്ന്, പിന്നെ ഇമോഷണൽ ഇന്റിമസി മറ്റൊന്ന്, പിന്നെ ഉള്ളത് ഇന്റലക്ച്വൽ ഇന്റിമസി, പിന്നെ ഉള്ളത് എക്സ്പീരിയൻഷ്യൽ ഇന്റിമസി, സ്പിരിച്വൽ ഇന്റിമസി. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഇന്റിമസികളുണ്ട്. അതെ, ഇത് പലതരത്തിലായിരിക്കും പലരും ആഗ്രഹിക്കുന്നത്. അതാണ് ഫിസിക്കൽ ഇന്റിമസി എന്തായാലും അത്യാവശ്യമാണ് ഭാര്യാഭർത്തൃബന്ധത്തിന്. അതായത് അതിൻ്റെതായുള്ള രീതികൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് ഓരോ തരത്തിലുള്ള ഫിസിക്കൽ അടുപ്പാണ്. പ്രത്യക്ഷത്തില് നമുക്ക് ഇന്റിമസി എന്ന് പറയുമ്പോൾ ഒരു കൂടുതൽ ഗുണമേന്മയുള്ള സൗഹൃദം അല്ലെ, കൂടുതൽ അടുപ്പമുള്ള സൗഹൃദം, അതാണല്ലോ ഇന്റിമസി എന്ന് പറയുന്നത്. ഇന്നർ മോസ്റ്റ്, അതായത് നമ്മൾ ഇന്നർ മോസ്റ്റിനായിട്ട് അടുക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും ഉള്ളടുപ്പം ഉണ്ടാക്കുക, ഇതിനൊക്കെയുള്ള ഇന്റിമസി എന്ന് പറയുന്നത്. അപ്പൊ ശാരീരികമായിട്ടുള്ള ഇത് നമുക്കറിയാം, സെക്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, നമുക്കറിയാം. പക്ഷെ അത് മാത്രമല്ല ഈ ഫിസിക്കൽ ഇന്റിമസി. ഫിസിക്കൽ ഇന്റിമസി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും, ഞാൻ പറഞ്ഞു, ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന ഓരോ രീതി, കിസ്സിങ്ങോ ഹോൾഡിങ് ഹാൻഡ്സോ അങ്ങനെ സ്കിൻ ടു കിസ്, അങ്ങനെ ആ രീതിയിലുള്ള പല കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് ഓരോരുത്തരും വ്യക്തത. ഇമോഷണൽ ഇന്റലിജൻസ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വൈകാരികമായിട്ടുള്ള അടുപ്പം. അതായത് ഏത് വികാരവും അതിൻ്റെതായുള്ള ആഗ്രഹിക്കുന്ന ഇതില് തീഷ്ണതയില് പ്രകടിപ്പിക്കാൻ പറ്റുക, അതിന് ഭയമില്ലാതിരിക്കുക പരസ്പരം. അത് ഇമോഷണൽ ഇന്റിമസിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പോ അതാണ് എന്ത് ഡീപ്പസ്റ്റ് ഫീലിങ്സും പേഴ്സണൽ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ഫീലിങ്സും നമുക്ക് അവതരിപ്പിക്കാൻ പരസ്പരം കഴിയുമെങ്കിൽ ഹർട്ട് ചെയ്യാതെ, മറ്റുള്ള ഒരാളെ ഹർട്ട് ചെയ്യാതെ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ ഇമോഷണൽ ഇന്റിമസി ഉണ്ട്. ഇന്റലക്ച്വൽ ഇന്റിമസി എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരുന്നത് കാര്യം, അതായത് നമ്മുടെ അഭിപ്രായങ്ങള്, നമ്മുടെ ചോദ്യങ്ങള്, നമ്മുടെ ചിന്തകള്, അത് എത്രത്തോളം പങ്കുവെക്കാൻ പറ്റും നമ്മുടെ ഭാര്യയോടോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ. ഇതിന് മാക്സിമം കഴിയുന്നെങ്കിൽ, അതിന് കുറച്ചെങ്കിലും കഴിയുമെങ്കിൽ അപ്പോഴേ ഇന്റലക്ച്വൽ ഇന്റിമസി ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പൊ ഞാനിപ്പോ സാധാരണഗതിയിൽ വീടുകളിൽ സംഭവിക്കുന്ന പറഞ്ഞെങ്കിൽ, ഭാര്യ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകളെ കുറിച്ചുള്ള ഈ പെട്രിയാർക്കൽ കൺസെപ്റ്റ് തന്നെ ഉണ്ട്, ബുദ്ധി ഇല്ലാത്ത അല്ല, അങ്ങനെ അവരാണ്, നിനക്ക് നീ അവരെ കൊണ്ട് ആ രീതിയിലൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ ഇന്റിമസി ക്ലോസ് ആവണം, സ്റ്റോപ്പ് ആവുകയാണ്. ഇന്റലക്ച്വൽ ഇന്റിമസി അവിടെ ഇല്ലാതെയാണ്. അവർക്കും ബുദ്ധിയുണ്ട്, അവർക്കും ചിന്തകളുണ്ട്, അവർക്കും അവരുടേതായുള്ള ഐഡിയാസ് ഉണ്ട്, അവർക്ക് അവരുടേതായുള്ള ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ഓരോ കാര്യങ്ങളിലും ഉണ്ടാകും. അതാണ് റോയ് സാർ പറഞ്ഞത്, ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഒരാള് മറ്റൊരാളെ ആ രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതിലാണ് ഇന്റിമസി ഉള്ളത്. പിന്നെ എക്സ്പീരിയൻഷ്യൽ ഇന്റിമസി, അതായത് നമുക്കറിയാം അനുഭവത്തിൻ്റെതായിട്ടുള്ള മേഖലയില് ഇന്റിമസി, അത് നമ്മുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന, അതില് കുറ്റങ്ങൾ റോയ് സാറ് വളരെ വ്യക്തമാക്കിയ കാര്യമാണ്. ഒരാൾ മറ്റൊരാളെ കുറ്റം പറയാൻ തുടങ്ങി, അപ്പോൾ ഇവിടെ ഇന്റിമസി ഇല്ലാതെ. ബ്ലെയിമിങ് കൾച്ചർ, അതില് ഇന്റിമസി ഇല്ലാതാവുന്ന വിഷയമാണ്. അപ്പൊ ആ ഒരു ഷെയറിങ് അവിടെ നടക്കില്ല. പിന്നെ സ്പിരിച്വൽ ഇന്റിമസി എന്ന് പറയുമ്പോൾ അതായത് പിന്നെ മതത്തിനായിട്ട് ഇതിന്റെ അങ്ങനെ ഒരു മതത്തിൻ്റെത് അങ്ങനെയല്ല, അതല്ല. പക്ഷെ നമ്മുടെ സ്പിരിച്വൽ ഐഡിയാസ് നമുക്കറിയാലോ, സ്പിരിച്വൽ തോട്ട്സ് ഓരോരുത്തർക്കും ഉണ്ട്, അത് യുണീക്കായിട്ടൊക്കെ ആവും. അത് മതത്തിനായിട്ട് ബന്ധപ്പെടുന്ന കാര്യമില്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വരുന്ന സമയത്ത് നമുക്കത് ഷെയർ ചെയ്യാൻ കഴിയുന്ന അവസ്ഥ. അതിന് അങ്ങനെ ഇത്തരത്തില് ഇന്റിമസികൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ.
ഈ എന്തെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യണ്ട ആർക്കെങ്കിലും? ഓമന ടീച്ചർ പറയുന്നത് പരസ്പര വിശ്വാസമുണ്ടെങ്കിൽ താമസ് സാർ നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെന്റിന്റെ നല്ല തലത്തിൽ കൊണ്ടുപോകാൻ പറ്റും. പരസ്പര വിശ്വാസം ഇല്ലാതെ വരുമ്പം പിന്നെ ഇതൊന്നും അവിടെ ഇന്റിമസി ഒന്നും അവിടെ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ഈ കുടുംബ കോടതിയിൽ ഇത് കൂടുതൽ ഉണ്ടാകുന്നതിന്റെ കാരണം തന്നെ പരസ്പര വിശ്വാസം ഇല്ലായ്മയാണ്. അപ്പൊ പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്റിമസി ഉണ്ടാവും. ഇന്റിമസി ഉണ്ടെങ്കിൽ വഴക്കോ എന്തെങ്കിലും ഒരു വഴക്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു തർക്കം, ഒരു കാര്യം അങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യുന്നു, അങ്ങനെ രണ്ടുപേരും വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥ വരും ഇന്റിമസി ഉണ്ടെങ്കിൽ. പിന്നെ അവിടെ പ്രശ്നങ്ങളില്ല. ഇന്റിമസിയുടെ കുറവ് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്റിമസിയുടെ കുറവ് വരുന്നത് നമ്പർ 1 കോസ് പരസ്പര വിശ്വാസമില്ലായ്മയാണ്. വിശ്വസ്തതയാണ് ഈ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഓക്കെ മാം പറഞ്ഞു പരസ്പര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്റിമസി ഉണ്ടാവുന്നത്. സാർ മാം പറഞ്ഞു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഉണ്ടാവാത്തത് ഇന്റിമസി ഉണ്ടാവാത്തത് പരസ്പര വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ? പരസ്പര വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഇതിന്റെ. പക്ഷെ ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ട വിഷയം. പരസ്പര വിശ്വാസങ്ങൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? എന്തൊക്കെയാണ് ഈ ഇന്റിമസിക്ക് തടസ്സമായിട്ടുള്ളത്? മാം പറഞ്ഞു പരസ്പര വിശ്വാസം ഇല്ലായ്മ ഒന്നാണ്. അത് മാത്രമല്ലാതെ വേറെ ഉണ്ട് കോൺഫ്ലിക്റ്റുകൾ. നേരത്തെ റോയ് സാറും പറഞ്ഞു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇന്റിമസി ഉണ്ടാവില്ല. ഞാനും പറഞ്ഞു അതൊരു വേറെ തടസ്സമാണ്. പിന്നെ മാം സ്ട്രെസ് ഉണ്ടെങ്കിൽ, ഒരുപാട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇന്റിമസി ഉണ്ടാവുമോ? അപ്പോഴും അതിനല്ലേ സർ രണ്ടുപേര്, ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ മറ്റേയാളുമായിട്ട് പങ്കുവെക്കുമ്പോൾ സ്ട്രെസ് കുറയുമല്ലോ. പങ്കുവെക്കാനുള്ള റാപ്പോർട്ട് അവിടെ ഉണ്ടാവുമല്ലോ ഇന്റിമസി ഉണ്ടെങ്കിൽ. അല്ല മാം, പങ്കുവെച്ചാൽ സ്ട്രെസ് പോകുമോ? സ്ട്രെസ് പങ്കുവെച്ച് പ്രഷർ ഇല്ലാതാക്കണോ അല്ലെങ്കിൽ റിലാക്സേഷൻ? ഒരു റിലാക്സേഷനിലെ പാർട്ട് വരും അല്ലേ? കറക്റ്റ്. അതായത് തോട്ട്സ് പങ്കുവെച്ചിട്ട് സ്ട്രെസ്സേഴ്സിനെ ഇല്ലാതാക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അങ്ങനല്ലേ മാം ഉദ്ദേശിച്ചത്? അല്ല, രണ്ടുപേര് ഒരുമിച്ച് ജീവിക്കുമ്പോ ഒരു പ്രോബ്ലം, സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണല്ലോ. ചലഞ്ച് ഒരാൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോഴാണല്ലോ അത് വലിയ സ്ട്രെസ് ആകുന്നത്. പരസ്പരം അത് സംസാരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് അറിയേണ്ട കാര്യമില്ലാതെ സ്വന്തം വഴി നോക്കി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇങ്ങേരൊന്ന് വന്നിട്ട് ഇതൊന്ന് പറഞ്ഞിട്ടൊന്ന് സമാധാനിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വൈഫാണെങ്കിൽ ചിലപ്പം ഹസ്ബൻഡിനാണ് സ്ട്രെസ് എങ്കിൽ വൈഫിനോട് ഇത് പറയാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. കാരണം ഇതൊന്നും നിങ്ങളവിടെ വെക്ക്, അതൊന്നുമല്ല ഇവിടെ ഇതാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു ഭാര്യയാണെങ്കിൽ അതൊക്കെ വരുന്നത് ഇന്റിമസി കുറയുന്നതുകൊണ്ടാണ്. ഇന്റിമസി കുറയുന്നത് പരസ്പര പൂരകമല്ലാത്തത് കൊണ്ടാണ്. പരസ്പര പൂരകമല്ലാത്തത് കൊണ്ട്, അതായത് ഒരാൾ മറ്റൊരാളുടെ പരസ്പര പൂരകം, അതെ. പരസ്പര ഏറ്റവും പ്രധാന വിശ്വാസമാണ്, വിശ്വസ്തത. കറക്റ്റ്. അതായത് ഈ ഭർത്താവ് വൈകുന്നേരം ഒരു 5 മണിക്ക് ഓഫീസ് വിട്ടിട്ട് പിന്നെ ഒരു 8 മണി 9 മണി ആയിട്ടേ വരുന്നുള്ളൂ എങ്കിൽ അത്രയും സമയം എവിടെയായിരുന്നു എന്ന് ഭാര്യ അറിയുന്നില്ല. അപ്പോൾ ഭാര്യക്ക് വിചാരിക്കും ഈ 5 മണി കഴിഞ്ഞ് ഓഫീസും വിട്ടിട്ട് ഒരു 6 മണിക്കൊക്കെ എത്തിക്കൂടെ, ഇതെന്താ വരാത്തത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഭാര്യയ്ക്ക് അതിനുള്ള ഒരു സമാധാനം കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാ? പ്രശ്നം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അത് പരസ്പരം അവര് പൂരകമല്ലല്ലോ. ചിലപ്പോ അയാള് ഓഫീസിൽ തന്നെ സംസാരിച്ചിരിക്കുന്നതായിരിക്കും കോവർക്കേഴ്സുമായിട്ട്. അത് ഇവർക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിക്കാൻ ഭാര്യയ്ക്ക് പറ്റുന്നില്ല. അല്ല, ചിന്തിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു അവസരം കൊടുക്കണ്ടേ എങ്കിലും. അവര് വെറുതെ അങ്ങ് ചിന്തിക്കുവോ ഓഫീസിൽ ഇരിക്കുകയാണെന്ന്? അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം കിട്ടണ്ടേ. പിന്നെ മാം ഞാൻ പറയട്ടെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത വിഷയം ആശയവിനിമയ പ്രശ്നങ്ങൾ, ഇത് ഇന്റിമസി കുറയ്ക്കില്ലേ? അതെ, ആശയവിനിമയത്തിന്റെ കുറവ് കൊണ്ടാണല്ലോ അങ്ങേരെ എവിടെ പോയി എന്ന് അറിയാത്തത്.
ഓക്കെ. തുറന്ന് പറച്ചിലല്ലേ? തുറന്ന്. അപ്പൊ ഇന്റിമസി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആശയവിനിമയ പ്രശ്നങ്ങൾ പരിഹരിക്കണം, കോൺഫ്ലിക്റ്റുകൾ പരിഹരിക്കണം. കറക്റ്റ് അല്ലേ? കോൺഫ്ലിക്റ്റ് മാത്രമേ ഉണ്ടാവൂ ഇന്റിമസി ഇല്ലെങ്കിൽ. ഇന്റിമസി ഇല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് മാത്രമേ ഉണ്ടാവൂ, അവിടെ ജീവിതം ഇല്ല. ഇന്റിമസി ഇല്ലെങ്കിൽ അവിടെ ജീവിതം പോലും ഇല്ല. ഓക്കെ. പക്ഷേ ഇന്റിമസി അല്ല, കോൺഫ്ലിക്റ്റുകൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഇന്റിമസി ഉണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത്. അത് ഉണ്ടാവും. അത് സർ, ഞാൻ ഞാൻ ശ്രദ്ധിച്ചതും പഠിച്ചതുമായ ഫാമിലികൾ മുഴുവൻ ഒരാൾക്ക് ഇതൊന്നും പരിഹരിക്കണമെന്നുണ്ട്, മറ്റേയാൾ ആകെ ചിന്തിക്കുന്നില്ല. ശരി, അതാ ഇന്റിമസി ഇഷ്യൂ. ഇതാണ് ഇന്റിമസി. കുട്ടികൾ നമ്മൾ എണ്ണ വെക്കാനോ കുളിപ്പിക്കാനോ പോകുമ്പോൾ ഓടുമല്ലോ, അപ്പൊ നമുക്ക് പിടിച്ചുകൊണ്ടൊന്ന് ചെയ്യാം. കപ്പിൾ ഡാൻസ് അല്ലേ മാം? കപ്പിൾ ഡാൻസ് 3 തരത്തില് കപ്പിൾ ഡാൻസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇതാണ്. കപ്പിൾ ഒരു പ്രത്യേക കപ്പിൾ ഡാൻസ് ആണിത്. അങ്ങോട്ട് വരുമ്പോ ചൂടുക, പേടിച്ചോടുക. പിടികൊടുക്കാതെ വലിയ ആണത്തരം, ഇതാണ് ആണത്തരം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും ഷെയർ ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് ഒരു പറഞ്ഞതൊന്നും എതിർക്കുന്നതല്ല, ഒരു ചെറിയ വ്യത്യാസം. ഇതിനകത്ത് ഈ അവിശ്വസ്തതയുടെയോ ഇന്റിമസിയുടെയോ പ്രശ്നത്തിലല്ലാതെയും ഇത് സംഭവിക്കുമെന്നാണ് എൻ്റെ വിചാരം. അതായത് ചിലപ്പോ ഇയാളുടെ അരിശം, അതായത് ഇപ്പൊ റോയ് സാർ മുമ്പേ അത് പറഞ്ഞതിൻ്റെ അകത്ത് അതുണ്ട്. എനിക്ക് ഒരു കാര്യം എൻ്റെ പങ്കാളിയോട് ബോധിപ്പിക്കാനുണ്ട്, ഞാനത് ബോധിപ്പിച്ചിട്ടും അത് വീണ്ടും മനസ്സിലാകുന്നില്ലാതെ വരുമ്പോൾ എൻ്റെ ആ ഒരു അക്ഷമയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ ആ തീവ്രത ബോധ്യപ്പെടുത്താനെന്നുള്ള നിലയിൽ ചില ആളുകൾ മോശമായ പദങ്ങൾ ഇത്തരത്തിൽ പ്രയോഗിക്കും. ഇല്ലെങ്കിൽ നിന്റെ വീട്ടുകാർ അങ്ങനെയാണെന്ന് ചിലപ്പോൾ പറയും. എന്നോട് ഈ അടുത്ത ദിവസം വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഫാമിലിയിലെ വളരെ മോശമായ പദം പ്രയോഗിക്കാറുണ്ട്. അയാൾ പെട്ടെന്നുള്ള ഒരു അരിശത്തിൽ പറഞ്ഞു പോകുന്നതാണ്. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ പിണക്കമോ എതിർപ്പോ വളരെ എന്താണ് ഈ താല്പര്യത്തോടെ ഉള്ളിൽ താല്പര്യമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിച്ചു വരുമ്പോൾ ചില സാഹചര്യത്തിൽ പെട്ടുപോവുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഇന്റിമസി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അങ്ങനെ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സംശയം ഒട്ടുമില്ല. പരസ്പരം രണ്ടുപേർക്കും യാതൊരുവിധ സംശയവും ആ തരത്തിലും ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് ചില അവസരങ്ങളിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അറിയാതെ ചില വാക്കുകൾ പറഞ്ഞു പോകും. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇത്തരത്തിൽ എങ്ങനെയാണ്, ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്റിമസിയുടെ കുറവ് കൊണ്ടും അല്ലാതെയും അത് അയാളുടെ ഒരു വ്യക്തിത്വ വൈകല്യമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ദൗർബല്യത്തിൽ സംഭവിച്ചു ദുർബലനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നല്ല കോൺട്രിബ്യൂഷൻ ജോർജ് സാർ. സാറ് പറഞ്ഞാൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്റിമസി എന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ് ആൻഡ് കണക്ഷൻ. ഇതാണ് കാര്യം. നമ്മൾ എത്രത്തോളം അടുപ്പമുണ്ടോ, എത്രത്തോളം നമുക്ക് കണക്ഷൻ ഉണ്ടാവും. ഇത് നമ്മുടെ ബന്ധത്തിന്റെ കണക്ഷൻ, പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതാണ് ഇന്റിമസി എന്ന് പറയുന്നത്. അതാണ് ക്ലിയാരിറ്റി. ഇന്റിമസിയുടെ അർത്ഥം അതാണ്, ക്ലോസ്നെസ് ആൻഡ് കണക്ഷൻ. ഇപ്പോ ജോഷി സാറ് പറഞ്ഞ ഈ പർട്ടിക്കുലർ ദമ്പതികൾ അങ്ങനെയൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ഈ പൊതുവെ എല്ലാ ദമ്പതികളും ഇന്റിമസിയെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും ഭയക്കുന്നുണ്ടെന്നുള്ളത്. ഫിയർ ഓഫ് ഇന്റിമസി നന്നായിട്ട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് പറയുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രോമാസ് ഉണ്ടായിട്ട് ഇദ്ദേഹത്തിനായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവളുമായി സംസാരിച്ച് പെരുമാറിയിട്ട് അടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടിയിട്ടുണ്ട്. അത് കുറെ കാലങ്ങൾ, കുറെ ദിവസങ്ങൾ, മാസങ്ങൾ നീണ്ടു നിന്നിട്ടുണ്ട് പ്രശ്നം. വൈകാരികമാണല്ലോ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിലെ ഏറ്റവും വലിയ
സവിശേഷത. അപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവം ഉണ്ടാവുക. മാസങ്ങളോളം അല്ലെങ്കിൽ നമുക്കിട്ട് നമ്മൾ വിഷമിച്ച് നമുക്ക് പോകേണ്ടി വരും. ഡിസ്ട്രെസ് അല്ലെ, മെരിറ്റൽ ഡിസ്ട്രെസ്, അതിൽ പോയിട്ട് ബുദ്ധിമുട്ടില്ല. അപ്പൊ ട്രോമ ആയിട്ട് തന്നെ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും എടുക്കാനൊരു ഭയം. അപ്പൊ അതുകൊണ്ട് കണക്ഷൻ, ഇന്റിമസി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഇത് വരുന്നു നമുക്ക്. അങ്ങനെയും സംഭവിക്കുന്നില്ലേ എന്നുള്ളൊരു സംശയം ഇതുണ്ട്. ഓക്കെ, എന്തായാലും ഇന്റിമസി വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ബന്ധങ്ങളിൽ. കാരണം അതാണ് കണക്ഷന്റെയും കമ്മ്യൂണിക്കേഷന്റെയും, നേരത്തെ ഓമനമ്മ പറഞ്ഞ പോലെ ആശയവിനിമയം നടക്കണമെങ്കിലും ഇന്റിമസി വേണം. കണക്ഷന്റെയും കമ്മ്യൂണിക്കേഷന്റെയും അടിസ്ഥാന ഇന്റിമസിയാണ്. അതായത് അത് തന്നെയല്ലേ പറഞ്ഞത്, സാംസാറാണെന്ന് പറഞ്ഞത്. അതായത് അത് ഈച്ച് പേഴ്സൺ, ആ ഓരോ വ്യക്തികളും പരസ്പരം മനസ്സിലാക്കപ്പെട്ടു, അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി എന്ന് ഉറപ്പു തരുന്നു ഇന്റിമസി. എന്താ പറയുന്നത്? ജോഷ് സാറാണോ പറയുന്നത്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഓക്കെ. ഈ ഇന്റിമസി കൂടിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഒരു ഇൻക്രീസ് സെക്ഷൽ ഡിസയർ ഉണ്ടാവും, ദാമ്പത്യ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടും. അതാണ് കാര്യം. പിന്നെ ബന്ധങ്ങളിൽ നമുക്ക് സംതൃപ്തി കൂടും, നമ്മുടെ ശാരീരിക ആരോഗ്യം വർദ്ധിക്കും. ഇതൊക്കെയാണ് ഇന്റിമസി കൂടിയ. പിന്നെ മാനസിക ആരോഗ്യം വർദ്ധിക്കും. ഇതൊക്കെയാണ് ഇന്റിമസി കൂടിയാലുള്ള ഗുണങ്ങൾ. ഇപ്പോ ഇത് പറയുന്നത് ഇന്റിമസിയില് ദിവസവും ഇന്റിമസി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ എഴുതിയിട്ടുള്ളത്. ഡെയിലി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യൂ. അതൊരു ഇത് പോട്ടെ, എന്താ പറയാ, ഈ അകലം കുറച്ചിട്ട് എന്തെങ്കിലും അവസരം, ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടാവും അപ്രീഷിയേറ്റ് ചെയ്യാൻ, അഭിനന്ദിക്കാൻ. അത് ഡെയിലി, ദിവസവും ഒരു സ്വഭാവമാക്കി മാറ്റണം. ഒന്ന് പ്രശംസിക്കല്ലോ. അതുപോലെ അതിനെ ഈ നെഗറ്റീവ് വികാരങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ഡോൺസും, നമുക്ക് ഈ അച്ഛനമ്മ വളർത്തുമ്പോൾ ഇട്ടിട്ട് ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ സ്റ്റൈലിൽ നിന്ന് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നെഗറ്റീവ് വികാരങ്ങൾ വരും. ഓട്ടോമേറ്റഡ് നെഗറ്റീവ് തോട്ട്സ്. അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് വരുമ്പോ നമുക്ക് പുറമേക്ക് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റും. ബന്ധങ്ങൾ തകർക്കാതിരിക്കാൻ നോക്കാം അത് വരുമ്പോ. പിന്നെ ഈ കുറ്റപ്പെടുത്തൽ കംപ്ലീറ്റ് നമ്മൾ ചർച്ച ചെയ്തു. എന്താണ് മെസ്സേജ് അല്ലേ, നമ്മൾ മെസ്സേജ് കൊടുക്കണം. അതൊക്കെ നമ്മൾ ചർച്ച. അതെന്താ കുറ്റപ്പെടുത്തലില്ല, നീ അവിടെ വരേണ്ട കാര്യമില്ല, നീ എന്നുള്ള വാക്കുപോലും വരേണ്ട കാര്യമില്ല. കുറ്റപ്പെടുത്തലിന്റെ യാതൊരു ആവശ്യമില്ല. പക്ഷെ ഉടനടി നിർത്തണം എന്നൊക്കെ പറയാൻ മാത്രം നമ്മൾ അത്ര വിഡിത്തം നമുക്കില്ല. നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ ഈ സാറ് പറഞ്ഞു മൂലകുടുംബത്തിലെ, നമ്മൾ സംസാരിച്ചത് പറഞ്ഞു, മൂലകുടുംബത്തിലെ സ്വഭാവങ്ങള് ഒറ്റയടിക്ക് അങ്ങ് മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് വലിയ അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോ അതിനെന്ത് വേണം? നമ്മളത് അവെയർ ആവാ, നമ്മളെ കുറിച്ച് നമ്മൾ അവെയർ ആവാ. മറ്റേ രണ്ടുപേരും പരസ്പരം അവെയർ. സാറ് പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്, അതിലേക്ക് എത്തിയിട്ട് നമ്മളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഈ കുറ്റപ്പെടുത്തലിന്റെയും നെഗറ്റീവ് വികാരങ്ങളെ അതിന്റെ കാലയളവ് നമ്മൾ കുറച്ചേ തീരും. അതിന് നമ്മൾ ഊർജ്ജസ്വരായിട്ട് പ്രവർത്തിച്ചേ തീരും. അത് അത്യാവശ്യമായിരുന്നു. അതെ, നമ്മൾ അടിസ്ഥാനമാക്കിയ ദമ്പതി ബന്ധം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അടിസ്ഥാനമാക്കിയ ദമ്പതി ബന്ധം. രണ്ട് ദമ്പതികൾ തമ്മിൽ അവിടെ ഞാനും നീയും ഇല്ലെന്നും, ഞാനും നീയും ഒന്നായിട്ട് നമ്മളായി മാറിയതാണ് ദാമ്പത്യ ബന്ധം. അപ്പോ ഇതാണ് ദമ്പതി ബന്ധം, നമ്മൾ അടിസ്ഥാനമാക്കിയത്. അത് നമുക്ക് അതെന്താണ് ഇപ്പൊ ഈ പറഞ്ഞ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, സംസാരത്തിൽ മുഴുവൻ നമ്മൾ സംസാരിച്ചാൽ മതിയല്ലോ. നേരത്തെ യു മെസ്സേജ് കൊടുക്കരുത്, മെസ്സേജ് ആണ് കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു. അതുപോലെ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്? അത് നമുക്കറിയാം, കോൺഫ്ലിക്റ്റ് അല്ലെ, സെറ്റിലാണെന്നുള്ള അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഇന്റിമസി ഉണ്ടാക്കുന്നതിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നു ഈ മെസ്സേജ് കൊടുക്കാം. ഓരോ സംസാരത്തിലും മെസ്സേജ്, എന്ത് പറയുമ്പോഴും മെസ്സേജ് കൊടുത്തിട്ട് തന്നെ പറയാവൂ. പിന്നെ കപ്പിൾ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണം. എന്തൊക്കെയായിരുന്നു, എന്താണ് ഈ ദമ്പതി അനന്യത? അനന്യത എന്നുള്ള ഐഡന്റിറ്റി മലയാള വാക്ക്.
കപ്പിൾ ഐഡന്റിറ്റി ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ ഐഡന്റിറ്റി നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ പലവട്ടം സംസാരിച്ചിട്ടുള്ളതാണ് പുരുഷനും സ്ത്രീയും തമ്മിൽ ഒന്നിക്കുന്നത്. അതൊരു വളരെ 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 ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫിസിക്കലി, ഇമോഷണലി, മെന്റലി ഒക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രണ്ട് മനുഷ്യരുടെ ഒന്നാകുന്ന അല്ലെങ്കിൽ ഒന്നിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ അത് ഇറ്റ്സ് എ വെരി വെരി ഡിഫിക്കൽട്ട് തിങ്. വളരെ വിഷമം പിടിച്ച കാര്യമാണ്. അപ്പോ എന്തൊക്കെയായാലും ഭാര്യ ആയാലും ഭർത്താവരായാലും അവർക്ക് അവരുടേതായുള്ള ഓരോരുത്തർക്കും അവരുടേതായുള്ള ഐഡന്റിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ അവർക്ക് ഒന്നിച്ചുള്ള ഒരു ഐഡന്റിറ്റി, കപ്പിൾ ഐഡന്റിറ്റി ഉണ്ട്. അത് ഉണ്ടാക്കിയെടുക്കണം. ആ രണ്ട് ഐഡന്റിറ്റിയും ബഹുമാനിച്ചുകൊണ്ട് ഒരു കപ്പിൾ ഐഡന്റിറ്റി നമുക്കുണ്ട്. അതായത് നമ്മൾ എന്നുള്ളതിന് ഒരു ഐഡന്റിറ്റി നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നാണ്. ഇനി പറയുന്ന കാര്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് നമ്മള് ആക്റ്റീവ് കണക്ഷൻ വേണം. ഊർജ്ജസ്വലമായിട്ട് കാണാം. എന്താണ് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സ്റ്റെൻഡഡ് ഫാമിലി പറയുമ്പോൾ നമ്മൾ മൂല കുടുംബത്തെ കുറിച്ച് സംസാരിച്ചു, നമ്മളൊരു ടാസ്കുകളെ കുറിച്ച് പറഞ്ഞു. അതായത് ടാസ്കുകൾ എന്താ വേണ്ടത്? രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആരോഗ്യകരമായ വേർപെടൽ ഒരു ടാസ്കാണ് എന്ന് പറഞ്ഞത്. ആരോഗ്യകരമായ വേർപെടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാമിലി ഓഫ് ഒറിജിൻ, അതായത് മൂല കുടുംബം. ഈ മൂല കുടുംബത്തിൽ നിന്ന് കപ്പിൾസ് ദമ്പതികള് വേർപെടണം എന്നാണ് നമ്മൾ പറയുന്നത്. ആ വേർപെടുന്നത് ആരോഗ്യകരമായിരിക്കണം കൂടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ടാസ്ക്. ആരോഗ്യകരമായിട്ട് വേർപെടണം. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കുടുംബമാകുകയാണ്. അവർക്ക് കുടുംബമായിട്ട് വളരാനുള്ളതാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്യാനുള്ളതാണ്. അപ്പോ അവര് ഒരേ മനസ്സായിട്ട് അവരൊരു സബ്സിസ്റ്റം ഉണ്ട്. ആദ്യത്തെ പറയുന്നത് സബ്സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറഞ്ഞത്. ആ സബ്സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ അകത്തുള്ള സിസ്റ്റത്തിനാണ് സബ്മിറ്റ്. ഒരു വ്യവസ്ഥയ്ക്കകത്തുള്ള വ്യവസ്ഥയ്ക്കാണ് ഈ സബ്സിസ്റ്റം എന്ന്, ഉപവ്യവസ്ഥ എന്നുള്ള പറയുന്നത്. അതെന്താണ്? ഒരു കുടുംബം അല്ലെ, ഒരു മൂല കുടുംബം എത്തുന്ന ഒരു സ്ത്രീ, ഒരു മൂല കുടുംബത്തിന് ഒരു പുരുഷൻ, രണ്ടുപേരും വിവാഹം കഴിക്കും. അപ്പോ ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യയുടെ വീട്ടിലായിരിക്കും താമസിക്കുക, അല്ലെങ്കിൽ ആദ്യ തുടക്ക കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലായിരിക്കും. അപ്പൊ ആ കുടുംബത്തിന്റെ അകത്ത് ഇവര് ഒരു ഉപ കുടുംബമായിട്ട് ഒരു വ്യവസ്ഥയിൽ ജീവിക്കുന്ന രീതി ആദ്യം വേണം. അതാണ് ആദ്യത്തെ ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഇത് ആരോഗ്യകരമായിട്ട് അവർ വേർപെടുക തന്നെ വേണം. എങ്കിലും വേർപെട്ടാല് അത് എങ്ങനെ ആരോഗ്യകരമായിട്ട് വേർപെടണം എന്നാ പറഞ്ഞിട്ട് നമ്മള് അല്ലെ. അതായത് ആരോഗ്യകരമായിട്ട് വേർപെടുന്നതിന്റെ അർത്ഥം എന്താണ്? ഊർജ്ജസ്വലമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് വേർപെടണം. ബന്ധം നിലനിൽക്കണം, ബന്ധം ഇല്ലാതാക്കലല്ല. നമ്മുടെ മൂല കുടുംബത്തായിട്ട് ബന്ധം ഇല്ലാതാക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല ആരോഗ്യകരമായിട്ട് വേർപെടണം എന്ന് പറഞ്ഞ്. ബന്ധം ഇല്ലാതാക്കുന്ന അനാരോഗ്യകരമായിട്ട് വേർപെടല്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്റിമസി കിട്ടില്ല, യാതൊരു സംശയവും വേണ്ട. അത് യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഒന്ന് പിന്നെ ഓരോ സ്പേസ്, ഓരോ മനുഷ്യനും അവൻ്റെതായുള്ള സ്പേസ് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ അവനേ ഇല്ല എന്നാണ്. അങ്ങനെയല്ലേ? അപ്പോ ഭാര്യയ്ക്കും ഭാര്യയുടേതായുള്ള സ്പേസ് കൊടുത്തു, ഭർത്താവിനും ഭർത്താവിൻ്റെതായുള്ള സ്പേസ് ഭാര്യയും കൊടുത്തു. അങ്ങനെ അങ്ങ് മുഴുവൻ അങ്ങ് എന്ത് ചെയ്യരുത്, ആക്രമിച്ച് ഉൾപ്പെടരുത് വ്യക്തി ബന്ധങ്ങളില്, ഇല്ലേ? അങ്ങനെ അത് തെറ്റാണ്. ഓരോ വ്യക്തിക്കും വ്യക്തിയുടേതായുള്ള ആ ഇടം കൊടുത്തുകൊണ്ട് മാത്രമുള്ള ബന്ധത്തിന് നിലനിൽപ്പും പ്രസക്തിയും ഉണ്ടാവുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അങ്ങനെ നമുക്കത് വ്യക്തമാണല്ലോ, കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സ്പേസ് ഇല്ലാതെ ഓരോരുത്തർക്കും അവരുടേതായുള്ള ഇടമില്ലാതെ ജീവിതമില്ല. ഇനി പ്രവർത്തനങ്ങള്, കൂട്ടുപ്രവർത്തനങ്ങള്, അതിര് നിശ്ചയിക്കല്, വ്യക്തിഗത ലക്ഷ്യം, ദമ്പതി ലക്ഷ്യം, ഇവയുടെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ഇപ്പോ ദമ്പതികൾ പറഞ്ഞു വൈകാരികമായിട്ടുള്ള ഇന്റിമസി എല്ലാം ഉണ്ട്, ഇന്റിമസി ഉണ്ട്, എന്തെല്ലാം ഉണ്ട്, കറക്റ്റ്. പക്ഷെ അവര് മടിയന്മാരാണ്. ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല. എന്ത് ദാമ്പത്യ ബന്ധം അത്? അവര് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൂ അവർക്ക്
ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ആക്ടിവിറ്റീസ്, ആ പ്രവർത്തനങ്ങൾ അവര് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയണം. അത് അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ ഇന്റിമസി ഉണ്ടാവില്ല. അതുപോലെ തന്നെ രണ്ടു കൂട്ടരും കൂടി ചെയ്യേണ്ട പ്രവർത്തികൾ ഉണ്ടായിരിക്കും വൈവാഹിക ബന്ധത്തിൽ. ആ കൂട്ടുപ്രവർത്തനം പിന്നെ ഒരു മനുഷ്യൻ, ഞാൻ നേരത്തെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള, വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള എൻറ്റൈറ്റികളുടെ അല്ലെ ഒരു ഒന്നിക്കലാണിത്. അത് വളരെ ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത്തിരി അതിഥി നിശ്ചയിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതിരുകൾ നിശ്ചയിക്കണം. അതിര് ഇത് ചെയ്യരുത്. ഈ അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയുന്നത്, സാംസാരം പറഞ്ഞ അണ്ടർസ്റ്റാൻഡിംഗ് അവിടെ അങ്ങോട്ടാണ് എത്തണത്. അതിരുകൾ നിശ്ചയിക്കണം. അത് അപ്പുറം പോകരുത്, അതിലപ്പുറം പോകരുത്. അങ്ങനെ പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ദമ്പതി ലക്ഷ്യങ്ങളുണ്ട്. ഒന്നിച്ചു ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒന്നിക്കുമ്പോൾ ലക്ഷ്യങ്ങൾ പ്രത്യേകമായിട്ട് വേറെ വരുന്നുണ്ട്. പക്ഷെ ദമ്പതി ലക്ഷ്യത്തിന്റെ പേരിൽ വ്യക്തിഗത ലക്ഷ്യം ഉപേക്ഷിച്ചാലും ഇന്റിമസിക്ക് പ്രശ്നം വരും. അത് കൂടി മനസ്സിലാക്കണം. ഈ എല്ലാ കാര്യങ്ങളിലെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ജീവിതം, അതായത് ബുദ്ധിപരമായിട്ട് ജീവിക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഇന്റിമസി ഉണ്ടാവും, തന്നെ ഉണ്ടാവുന്ന നൈസർഗികമായ പ്രതിഭാസമാണ് എന്നാണ് പലരും ധരിച്ചു വെച്ചേക്കുന്നത് ഇന്റിമസി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് പുരുഷനും സ്ത്രീയും അതിൻ്റെയുള്ള സംവിധാനം, ശാരീരിക സംവിധാനം പുരുഷനുണ്ട് സ്ത്രീക്കും ഉണ്ട്. അങ്ങനെ അവർ തമ്മിൽ ബന്ധപ്പെടുന്നു, അവരൊന്നിച്ച് ജീവിക്കുമ്പോൾ തന്നെ അങ്ങ് വന്നു ഈ ഇന്റിമസി എന്നുള്ളത് ശരിയായുള്ള അറിവല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഉണ്ടാക്കിയെടുക്കുന്നതാണ്, ബുദ്ധിപരമായിട്ട് ജീവിച്ച് ഉണ്ടാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശാരീരികം വൈകാര്യമായ ഇന്റിമസി എങ്ങനെ നേടാൻ പറ്റുന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താഴെ പറയുന്നു, പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഇന്റിമസിയുടെ തലത്തിൽ ആശയവിനിമയം നടത്തുക. എങ്ങനെയാണ് പരിപാടി? പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അതില് ഞാൻ നേരത്തെ സംസാരിച്ച കാര്യമാണ് പ്രതീക്ഷ. വൈവാഹിക പ്രതീക്ഷകൾ അല്ലെ, പലർക്കും ഉണ്ടാവും. വിവാഹം കഴിക്കുന്നതിന്റെ മുന്നേ വിവാഹം എങ്ങനെയാകും, ആകണം എന്നെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ടാവും. അത് കോൺഷ്യസ് ആയിട്ടുണ്ടാവും, സബ് കോൺഷ്യസ് ആയിട്ടും ഓരോ വ്യക്തികളിലും, ഭർത്താവിലുണ്ടാവും, ഭാര്യയിലുണ്ടാവും. അപ്പോ അത് എന്താണ് ഇന്റിമസിയുടെ തലത്തിൽ തന്നെ ആശയവിനിമയം നടത്തുന്നത് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയം. അതും അതിലേക്ക് നമ്മൾ ലാസ്റ്റിൽ എത്തും. നമ്മൾ ഈ പ്രതീക്ഷയുള്ള കാര്യത്തിലേക്ക് നമ്മൾ അത് വാണ്ട്സ് ആൻഡ് ഡിസയേഴ്സ് അല്ലെ, അങ്ങനെയൊക്കെയല്ലേ വരുന്നല്ലേ. അതൊക്കെ പരസ്പരം പറഞ്ഞാലേ അറിയുള്ളൂ. എനിക്ക് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മൈൻഡ് റീഡിങ്, ആശയവിനിമയത്തിന്റെ കാര്യം സംസാരിച്ചുമ്പോൾ മൈൻഡ് റീഡിങ് എന്നുള്ള ഒരു നെഗറ്റിവിറ്റി അരുത് എന്ന് പറഞ്ഞത്. അതായത് എന്റെ മനസ്സ് വായിച്ചറിയണം മറ്റൊരാളെ എന്ന് ചിന്തിക്കുന്നതിന് മാത്രമുള്ള മൗഢ്യം വേറെ ഒന്നിലുമില്ല. അതങ്ങനെ ആർക്കും അവരെ കഴിഞ്ഞിട്ടില്ല. കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ ഭരിക്കുന്നത് വളരെ വലിയ വിഡ്ഢിത്തമാണ്. അപ്പൊ ഈ പ്രതീക്ഷകളും അതുപോലെയൊക്കെ തന്നെയാണ്. നമ്മുടെ പ്രതീക്ഷ, നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് മറ്റാളിൽ നിന്ന്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് മറ്റാളിൽ നിന്ന്. ഇത് ഇന്റിമസിയുടെ തലത്തിൽ വിനിമയം നടത്തുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റിമസിയുടെ തലത്തിൽ ക്യാപ്സ്യൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തർക്കിച്ചുകൊണ്ടും വടിപിടി കൂടിയിട്ടും അല്ല വിനിമയം നടത്തണ്ടേ. അതാണ് ഇന്റിമസിയുടെ തലം എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്സ്യൂൾ ആക്കി എടുത്തിട്ട് കറക്റ്റ് പോയിന്റിൽ ആ ഒരൊറ്റ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരും. ആ രീതിയിലേക്കുള്ള പരുവത്തിലേക്ക് നമ്മൾ ആക്കിയെടുക്കണം. അങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്. അതിന് കഴിയുമെന്നുള്ളതാണ്. അത് പരിശീലിച്ചാൽ നമുക്ക് കഴിയുന്ന വിഷയമാണ്. ഈ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ്, മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ടുണ്ടോ? ആഡ് ചെയ്യാനുണ്ടോ? ഡോക്ടർ ഇതില് ഒരു ഈ നമ്മളുടെ ആത്മാർത്ഥയുടെ ഒപ്പം തന്നെ പ്രധാനമല്ലേ കുറെ അഭിനയങ്ങള്. അഭിനയം എന്ന് ഞാൻ പറഞ്ഞത് നമ്മള് മനഃപൂർവ്വം തന്നെ ഒരു 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 എന്താ പറയാ, ഐ ആം ഹാപ്പി എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ചില പ്രിറ്റൻഷനും ഇതിലൊരു ഘടകം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു സർ. അതായത് ഈ നമ്മള് ഇപ്പൊ ഒരു
ഭാര്യയുടെ സ്വന്തക്കാരുടെ ഒരു മരണ വീട്ടിലേക്ക് പോകുന്നു എന്ന് വെക്കുക. അപ്പൊ നമുക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും പോലും പുള്ളിക്കാരിയുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമ്മള് നമ്മുടെ സമയമൊക്കെ ചെലവഴിച്ച് അവിടെ പോവുകയും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. അതേപോലെ അവരുടെ ഫ്രണ്ട്സിന്റെ ഒരു ഗെറ്റ് ടുഗദറിലേക്ക് നമ്മളിവിടെ ചെന്ന് ചേരുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും താല്പര്യം ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിൽ ഒരു ഇത്തിരി അഭിനയം എന്ന് പറഞ്ഞാൽ മരിച്ച വീട്ടിൽ പോയാൽ എങ്ങനെ പെരുമാറണം, ഗെറ്റ് ടുഗദറിൽ എങ്ങനെ പെരുമാറണം, ഫാമിലിയിൽ അങ്ങനെ കുറെ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള കുറെ ആക്ടിങ്ങും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു ഉദാഹരണം പറയാം സാർ. ഞാൻ ഒരു എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ഒരു കപ്പിളുണ്ട്. അപ്പൊ പുള്ളി അവർ രണ്ടുപേരും കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ ലേഡി ആണെങ്കിൽ വളരെ വളരെ സുന്ദരിയും അൾട്രാ മോഡേൺ ആണ്, ഏറ്റവും ഗംഭീരമായിട്ട് ഒരുങ്ങി. ഈ ഫംഗ്ഷനൊക്കെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഈ ഭർത്താവിന്റെ കയ്യിൽ കോർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ എപ്പോഴും നടക്കുന്നത്. എപ്പോഴും ഈ എന്താ പറയുക, എന്നിട്ട് അവര് തമ്മിൽ ഈ അങ്ങോട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിപ്പിടിച്ചതുപോലെ ഉള്ള ആക്ടുകളും ഒക്കെ കാണുന്നവർക്കൊക്കെ കൊതി തോന്നും. ഈ ദമ്പതിമാർ എത്ര സുന്ദരിമാരും സുന്ദരനും അതേപോലെ തന്നെ ഭയങ്കര സന്തുഷ്ടരാണെന്നൊക്കെ. പക്ഷെ അവരുടെ വീട്ടിൽ, ഞാൻ ഇവരുമായിട്ട് വളരെ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, വീട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തെറി പറയുന്നവരാണ്. അയാളുടെ എല്ലാ വാചകത്തിലും വീഡിയോ ഞാൻ മുറ്റത്ത് ഇങ്ങനെ നടക്കുകയാണ് സാർ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റും. അപ്പോ ഈ ഇതില് ഇവരുടെ ഞാൻ കൗൺസിലർ ഒന്നുമല്ല, പക്ഷെ ഈ കഞ്ചിക്കോട് KVയിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ അവരുടെ പേരൻസിന് ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിന് അവിടെ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവരെ പരിചയപ്പെട്ടത്. ഇവരുടെ മോന്റെ ഒരു എഡ്യൂക്കേഷൻ ഇഷ്യൂ ആയിട്ട് എന്നെ കാണാൻ വരികയൊക്കെ ചെയ്ത്. പിന്നെ ഞങ്ങളുടെ ഫാമിലികൾ തമ്മിൽ വളരെ അടുപ്പമായി. പുറത്ത് കാണുമ്പോൾ നമുക്ക് ഇതുപോലെ അഴകൊഴുകുന്ന ഒരു ദാമ്പത്യം എന്ന് നമുക്കെല്ലാം അസൂയ തോന്നും. പക്ഷെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഈ പുറത്ത് ജീവിച്ചതിന്റെ ആയിരിക്കും പുള്ളി എല്ലാ വാചകത്തിന്റെ അവസാനം ഈ F ചേർത്തിട്ടുള്ള ഒരു തെറി പറയും. ഈ സ്ത്രീ തമിഴ്നാട് ബേസ്ഡ് ആയതുകൊണ്ട് അയാള് ചീത്ത പറയുമ്പോഴൊക്കെ M ചേർത്തിട്ടുള്ള ഒരു നല്ല തെറി എപ്പോഴും അതായത് വീട്ടിനുള്ളിൽ ഇവര് ഭയങ്കര ചകടയാണ്. പക്ഷെ പുറത്തെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ സൗഹൃദം പുലർത്തുന്ന, സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ദമ്പതിമാരും ഒക്കെയാണ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഈ ഇന്റിമസി അല്ലെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രഹേളിയായിട്ട്, അതായത് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത് ഇഴചേർന്ന് കിടക്കുന്ന ഒരു സംഭവമായിട്ട് അങ്ങോട്ട് തോന്നി പോവാണ്. യഥാർത്ഥത്തിൽ ഈ വൈകാരികമായ കാര്യങ്ങളെല്ലാം ഒരു ഷോർട്ട് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തീവ്രതയൊക്കെ കുറഞ്ഞു പോകും. പിന്നെ നമ്മൾ നിലനിർത്താൻ വേണ്ടി കുറെ അഭിനയങ്ങളും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു സർ. നമുക്കതില് ലാസ്റ്റിലെത്തുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കാം. സാറ് പറഞ്ഞത് വളരെ വളരെ നല്ല ഒരു പോയിന്റ് ഉണ്ട്. അതായത് അഭിനയത്തിൽ പുറമേക്ക് അഭിനയിക്കാൻ കഴിയുന്നുണ്ട് അവർക്ക് കേട്ടോ. അത് കഴിയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ അത് കറക്റ്റ് ആണ്. ഇപ്പൊ അത് പറഞ്ഞു. പക്ഷെ അകത്ത് പ്രശ്നമാണ്, വീടിന്റെ അകത്ത് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ. അപ്പൊ അവർക്ക് ഇന്റിമസി കുറവാന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കുറവ് ഇന്റിമസി ഉള്ള ആൾക്കാരാണ് അവർ കാര്യത്തിൽ. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ കോൺഫ്ലിക്ട്, നമ്മൾ സംസാരിച്ചു എന്നുള്ള വിഷയം എന്ന് വെച്ചാൽ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ മനുഷ്യജീവിതം ഇല്ല, ദാമ്പത്യ ബന്ധം ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരുടെ കോൺഫ്ലിക്റ്റുകൾ അവർക്ക് പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാറേ, ഞാനിത് പറയുമ്പോൾ സത്യസന്ധതയോടുള്ള അഭിനയം എന്ന് പറയും. സത്യസന്ധതയോടെയുള്ള അഭിനയം. അഭിനയില്ല എന്ന് ജീവിതം. അഭിനയിക്കാതെ എങ്ങനെ ജീവിക്കും? അവിടെയാണ് ഞാൻ സാർ എനിക്കും പോയിന്റ് സാർ പറഞ്ഞു കൊടുത്താൽ ഞാനും ചിന്തിച്ചത്. നമ്മളിപ്പോ എല്ലാം തുറന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതമല്ലേ, അതും പോയിന്റാ. വീട്ടിലെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുമ്പോൾ പരിഹരിക്കപ്പെടും. എന്നതാണ് ഈ വളരെ ബുദ്ധിമുട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്നിക്കുന്നത് ഇവിടെ. ഒന്നിക്കാൻ ഞാൻ പറഞ്ഞു, ഫിസിക്കലി, ഇമോഷണലി, മെന്റലി, ഇതൊക്കെ പറഞ്ഞ് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് പുരുഷനും സ്ത്രീയും. അങ്ങനെയാണ് ഒരിക്കലും ഒന്നിക്കാൻ സാധ്യതയില്ലാത്ത രണ്ട് കക്ഷികളെ ഒന്നിപ്പിക്കാനുള്ള പല മാർഗങ്ങളും. അതെ. അപ്പോ ഇപ്പൊ ഈ അഭിനയം കുറച്ചൊക്കെ വേണം പുറമേക്ക് എന്ന് പറഞ്ഞാൽ അതെല്ലാം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തയ്യാറാവുന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. പക്ഷെ അഭിനയം മാത്രമായിട്ട് അകത്ത് അടിപിടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മക്കളെ ബാധിക്കും. മക്കള് വളരുമ്പോ മോശമായിട്ട് വരുന്നത്. അപ്പൊ സ്നേഹം പ്രകടിപ്പിച്ചാലല്ലേ മറ്റൊരാൾക്ക് മനസ്സിലാവുള്ളൂ, ഉള്ളിരുന്നാ അറിയില്ലല്ലോ. കറക്റ്റ്. പിന്നെ പുറമെ അഭിനയിക്കുന്നതുകൊണ്ട് ഒരു ഗുണമുള്ളൂ, അവർക്ക് അവരുടെ കോൺഫ്ലിക്റ്റുകള് പരിഹരിക്കാൻ കുറച്ചൊരു അനുകൂലമായുള്ള സാഹചര്യം വീടിന്റെ അകത്ത് ഉണ്ടാവും.
പക്ഷെ അത് അവർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവരുടെ ഈ കള്ളക്കളി പുറത്താവും. മക്കൾ ഏറ്റവും വലിയ കുടുംബത്തിന്റെ ലക്ഷ്യം എന്താണ്? കുടുംബം എന്ന കാര്യത്തിന്റെ, സംവിധാനത്തിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മക്കളെ നന്നായി വളർത്തൽ തന്നെയാണ്. നല്ല രീതിയിൽ അവരെ സമൂഹത്തിന് ഏറ്റവും അധികം ഉപകാരപ്രദമായിട്ടുള്ള ആളായിട്ട് ലോഞ്ച് ചെയ്യുക. ഇതാണ് കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഉള്ളത്. ആ മേഖലയിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ വളരെ വലിയ പരാജയമായിരിക്കും. അപ്പൊ നല്ലൊരു ഷെയറിംഗ് ആണ് നടത്തിയത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടേ ഈ സ്ലൈഡിനെ കുറിച്ച് എന്തെങ്കിലും ഇതായിട്ട്? ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടോ? ഒത്തിരി പേര് ഇത് കേട്ടിരിക്കുന്നുണ്ട്. ചുമ്മാ കേട്ടിരിക്കില്ല. ഞാനൊരു അനുഭവ കഥ പറയാം. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സംഭവം നടന്ന കാര്യമാണത്. എങ്ങനെയാന്ന് വെച്ചാല് അസോസിയേഷനിൽ ഒരു വാർഷികം ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും നല്ല ദമ്പതികൾക്ക് ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങ് നടന്നതാണ്. അപ്പൊ അവര് അവിടെ തിരഞ്ഞെടുത്ത ഒരാളിനെ നമുക്ക് പേഴ്സണലായിട്ട് നമ്മളെ അസോസിയേഷന്റെ കാര്യമായതുകൊണ്ട് അറിയാം. അവര് മക്കളൊന്നും പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് അവരെ അത് ബാധിക്കില്ല. അവരാണെങ്കിലും ഒരിക്കൽ പോലും വീട്ടില് അങ്ങനെ യാതൊരു തരത്തിലും അവര് നല്ല കോൺഫ്ലിക്റ്റ് എന്ന് പറയാൻ പറ്റൂല. അവര് ബഹളവും പ്രശ്നവും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ മുന്നിൽ അവരെന്നാ നല്ല ദമ്പതികളാണ്, മാതൃകാ ദമ്പതി. അതുകൊണ്ടാണല്ലോ അവരെ അവാർഡ് കിട്ടിയത് എല്ലാവരുടെ അനുവാദത്തോടുകൂടി. അങ്ങനെ ഒരു സംഭവം, ഇത് നടന്ന സംഭവമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവര് മറ്റുള്ളവരുടെ മുന്നിൽ അവര് നല്ല മാതൃകാ ദമ്പതികളാണ്. സാറേ, ഈ ഇന്റിമസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് നമ്മളിപ്പോ മാം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇന്റിമസി എന്ന് പറഞ്ഞ സാറ് പറഞ്ഞ ഇന്നർ സൈഡ് എന്നാണ്. ഇന്നർ സൈഡ്. ഇപ്പൊ നമ്മള് ഭർത്താവിനെയും ഭാര്യയും സെപ്പറേറ്റ് നിർത്തിച്ച് ഭർത്താവിന്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കറി എന്താണ്, ഡ്രസ്സ് എന്താണ്, കളർ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഇന്റിമസിയുടെ തലം കൃത്യമായിട്ട് അറിയാം. എത്രമാത്രം ഡീപ്പായിട്ട് ഓരോരുത്തർക്കും മറ്റേയാളെ പാർട്ട്ണറെ തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ ഉള്ള ടെസ്റ്റൊക്കെ അതിനകത്ത് വളരെ മനോഹരമായി. കാര്യം കേൾക്കുമ്പോൾ ചിരിയാണെങ്കിലും വേറൊരു മെത്തേഡ് ഉണ്ട് സാർ. ഈ പുറം തിരിഞ്ഞിരിക്കണം ഭാര്യ ഭർത്താവ്. എന്നിട്ട് അവരുടെ പരസ്പര ബന്ധത്തിലുള്ള ഏറ്റവും സന്തോഷകരമായുള്ള കാര്യം അവര് വിവരിക്കുക. മറ്റാൾ അത് അതേപോലെ തിരിച്ചിങ്ങോട്ട് പറയണം. അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും ദുഃഖകരമായുള്ള സംഭവങ്ങളും വിവരിക്കാം. അപ്പൊ ദുഃഖകരമുള്ള സംഭവങ്ങൾ വിവരിക്കുമ്പോ ഇന്നർ സൈഡ് വ്യക്തം. അത് അവര് ഇപ്പൊ പറഞ്ഞു എനിക്ക്, നിങ്ങളത് ചെയ്തത് താങ്കൾ അല്ലെ ഭർത്താവ് അത് ചെയ്തത് എനിക്ക് വളരെയേറെ ദുഃഖം ഉണ്ടാക്കിയെന്ന് ഭാര്യ പുറംതിരിഞ്ഞാണ് പറയുന്നത്. കാരണം മുഖം നോക്കാതെ മുഖം നോക്കിയാൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് പുറംതിരിച്ചിരുത്തണം. എന്നിട്ട് അത് കേൾക്കുന്ന ഭർത്താവിന് ഭയങ്കര ഇതായിരിക്കും, അത് അംഗീകരിക്കില്ല. പക്ഷെ അത് പറഞ്ഞ് അത് തന്നെ അതേപോലെ തന്നെ പറയണം എന്നാണ് ഭർത്താവിനോട് നമ്മൾ പറയാം. അപ്പൊ അത് പ്രശ്നം. ശുദ്ധോധനൻ സാറ് പറഞ്ഞ ആ ടൈപ്പ് ആളുകൾ സൂക്ഷ്മമായി അകത്ത് ഇന്നർ സൈഡ് വ്യക്തമാവും. ഇന്നർ കണക്ഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് വ്യക്തമാവും. അതാ ഞാൻ പറഞ്ഞത്. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെയല്ലേ എന്നുള്ളതാണ് എന്റെ ഒരു ഡൗട്ട്. കാരണം പുറത്തിറങ്ങുമ്പോൾ വഴി കിടന്നുകൊണ്ട് ഏതെങ്കിലും ദമ്പതിമാര് വളരെ അപൂർവം പേരെ വഴക്കുണ്ടാക്കുന്നുള്ളൂ. അവർക്ക് ഇന്റിമസി ചിലപ്പം ഒട്ടും കാണത്തില്ലായിരിക്കും. പുറത്തിറങ്ങുമ്പോ എല്ലാരും വളരെ ഡീസന്റ് ആണ്. പക്ഷെ വീടിന്റെ അകത്തളത്തിൽ വരുമ്പോഴാണ് ഈ പറയുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളോ സംസാരങ്ങളോ പിന്നെ വാദപ്രതിവാദങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത്. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഒട്ടും അതിശയോക്തിയല്ല. പഞ്ചായത്ത് മെമ്പറായിരുന്ന അവർക്ക് മക്കളില്ല. അവർക്കിപ്പോ മക്കളിനെ പ്രതി ക്ഷമിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. പുറത്തിറങ്ങുമ്പോൾ ഇതുപോലത്തെ ഇണപ്രാവുകൾ. പക്ഷേ വീടിന്റെ ഉള്ളിൽ അതികലച്ചലായ പ്രചണ്ഡയാണ് താനും. എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള അഭിനയം പൊതുവെ ഇത് അഭിനയമാണോ എന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഒരു ബുദ്ധിപരമായി നമ്മള് പഠിച്ച അല്ലെങ്കിൽ നമ്മൾ കേട്ട മനഃശാസ്ത്രമോ നമ്മൾ പഠിച്ച കളരികളോ ഒക്കെ നമുക്ക് സമ്മാനിച്ചതാണ്. ഇങ്ങനെ ആയിരിക്കണം പൊതു ഇടങ്ങളിൽ. പക്ഷെ അറിയാതെ നമ്മുടെ തനി സ്വഭാവം, നമ്മുടെ തിണ്ണമെടുക്കെന്നൊക്കെ പറയുന്ന പോലെ, തിണ്ണ വരുമ്പോഴാണല്ലോ ഈ പട്ടി വരയ്ക്കുന്നതിനാണല്ലോ ഈ തിണ്ണമെടുക്കെന്ന് പറയുന്നത്. വേറൊരു പട്ടിയെ കാണുമ്പോൾ വഴി വെച്ച് അവനൊന്നും പറയില്ല. അവൻ ഓടി അവന്റെ വീട്ടിലെ തിണ്ണ വന്ന് കയറുന്നതുകൊണ്ടാണ് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊന്നും നമുക്ക് ഇതിങ്ങനെയാണ് എന്ന് ഇതൊക്കെ
യൂറോപ്പിലെ മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന സംഗതികളാണ്. നമ്മുടെ നാട്ടിൽ ഇത് വേറെ രീതിയിലൊക്കെയാണ് പുറത്തു വരുന്നത്. അതാണ് സാർ ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സാറിന്റെ ഇന്റിമസി കൺസെപ്റ്റ് അതാണ് നമ്മൾ പറയുന്നത്. അതാണ് ഓരോരുത്തർക്കും ഉണ്ട് ഇന്റിമസി കൺസെപ്റ്റ് ഓരോതായിട്ട്. അതാണ് ചോദിച്ചത്. അപ്പൊ ഇനി കുറച്ചും കൂടി നമ്മൾ കാര്യങ്ങൾ നോക്കിയാലോ. ഇന്റിമസി അതായത് നമ്മള് ഇന്നർ സർക്കിളിലായിട്ടുള്ള ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള അടുപ്പം അല്ലെ, ഇത് കണക്ഷൻ, ഇതൊക്കെയാണ് ഉറ്റ സൗഹൃദം, ഇതൊക്കെ പറയാം മലയാളത്തിൽ വേണമെങ്കിൽ. അപ്പോ അതിന് സ്ത്രീയും ജെൻഡർ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സ്ത്രീയും പുരുഷനും വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് ഇന്റിമസിയെ കുറിച്ച്. സ്ത്രീ ചിന്തിക്കുന്നത് ഒന്നിച്ച് ചർച്ച ചെയ്യലാണെന്നുള്ളത്. പുരുഷൻ ഭർത്താവ് ഭാര്യയോട് ഒന്നിച്ചുകൂടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്നതാണ് ശരിയായ ഇന്റിമസി എന്ന് പറയുന്നത്. അതായത് സൗഹൃദാന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യും അല്ലെ, അതാണെന്ന് പറയുന്നത്. പക്ഷെ പുരുഷന്മാരുടെ അഭിപ്രായം അങ്ങനെയല്ല, ഒന്നിച്ച് പ്രവർത്തിക്കലാണ് ശരിയായ ഇന്റിമസി എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഇതിന്റെ അഭിപ്രായം ഉണ്ടോ? ഇത് പൊതുവെ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ കറക്റ്റ് ആണ് സർ. ആണല്ലോ അല്ലെ, ഇതിന്റെ അഭിപ്രായം ഇല്ല. ഇറ്റ്സ് വെരി വെരി ഗുഡ് ഫൈൻഡിങ്സ്. നല്ല വെരി ഗുഡ്. ജോർജ് സാർ എന്താ പറയുന്നുണ്ടോ? ജോർജ് സാർ പ്ലീസ്. താങ്ക് യു സർ. വിജയൻ സാറ് പതിപോലെ നല്ലൊരു തുറന്നു കാണിക്കലായിരുന്നു. നന്നായി. സാറേ, എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്. നമുക്ക് പൊതുവായ കുറെ ഒരു തിയറിയൊക്കെ പറയാം, അതായത് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ. പക്ഷെ ഒരു വ്യക്തിയെയും പൂർണ്ണമായി തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. കാര്യം പാർട്ട്ണറാണ്, എത്ര കാലം കൂടെ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ശരി, അപ്പോഴും പറയും ഒരു 50 കൊല്ലം കൂടെ കഴിഞ്ഞാലും പറയും എന്നാലും ഇങ്ങനെയുള്ളവനാണ് നീ എന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. തിരിച്ചും അതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്, അത് സത്യമാണ്. എത്ര കാലം കഴിഞ്ഞാലും ശരി, അത് ആ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ട്രേറ്റ് എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് തന്നെയാണ്. പക്ഷേ അറിഞ്ഞിടത്തോളം വെച്ച് ഏറെക്കുറെ ഇത്രയാ, ഇങ്ങനെയൊക്കെയാ. ഇതനുസരിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതനുസരിച്ചായിരിക്കണം അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ സാറ് പറഞ്ഞതിനകത്ത് ഇന്റിമസി കൂടുന്നതിൽ സ്വയം തുറന്നു പറച്ചൽ പറഞ്ഞിട്ടുണ്ട്. സ്വയം തുറന്നു പറച്ചൽ എന്ന് പറയുന്നതിന് ഞാൻ എന്നോട് തന്നെ പറയണമെന്നാണോ മറിച്ച് പങ്കാളിയോട് പറയണമെന്നാണോ അർത്ഥമാക്കിയതെന്ന് എനിക്ക് സംശയം തോന്നി. മറ്റാളോട്, അപ്പൊ നമ്മുടെ പാർട്ട്ണറോട് നമുക്ക് സ്വയം തുറന്നു പറയാൻ പറ്റണം. അത് എത്രത്തോളം പറ്റുന്നു അത്രത്തോളം നമുക്ക് ഇന്റിമസിന്റെ നടത്തും. കറക്റ്റ്. അവിടെ ആ ഒരു പ്രയോഗം എപ്പോഴും കൂട്ടിച്ചേർക്കണം. ഞാനും പണ്ട് പറഞ്ഞിരുന്നത് എല്ലാം തുറന്നു പറയണം, എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അതായത് കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറെ അനുഭവങ്ങൾ കണ്ടപ്പോഴാട്ടോ, അങ്ങനെയല്ല, അതോടെ ഒരു തിരുത്ത് കൂട്ടിച്ചേർക്കണമെന്ന് തോന്നി. പരമാവധി നിങ്ങളുടെ പങ്കാളിയെ തിരിച്ചറിഞ്ഞിട്ട് പരമാവധി കാര്യങ്ങൾ പങ്കുവെക്കുക. എല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ചങ്ങാതിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഉൾക്കൊള്ളാൻ പറ്റുന്നതിനാണെങ്കിൽ ഓക്കെ, അല്ല എങ്കിൽ തവിട് പൊടി കല്ലയിലിട്ട കാലം, പിന്നെ നോക്കണ്ട, അവിടെ മുതലേ എല്ലാം തുടങ്ങും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കൽ ഞാൻ അതിനുശേഷം കുറച്ച് വർഷങ്ങളായി അപ്പൊ ഞാൻ പറയും പരമാവധി അറിഞ്ഞ് പെരുമാറണം. അങ്ങനെയല്ലേ, ചൂടുള്ള ഒരു പാത്രം നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ആ അടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റൗവിൽ നിന്ന് എടുക്കാൻ പോകുമ്പോൾ തുണി കൂട്ടി പിടിക്കും പൊള്ളാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും സംവിധാനം എന്നതുപോലെ ഒരു മുൻകരുതൽ ആവശ്യമുണ്ട്. അല്ലാതെ എല്ലാം ഓക്കെ, ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സിലൊക്കെ പിള്ളേരോട് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമാണ്. ഞാനത് എനിക്ക് കിട്ടിയ അവസരത്തിൽ പറയാനും ഇട വന്നു. അല്ലായെങ്കിൽ നാളെ ഓടി ചെന്നിട്ട് ഞാൻ അവിടെ കോളേജിൽ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം വെട്ടിപ്പൊളിച്ച് പിന്നെ അടയ്ക്കാൻ പറ്റൂലല്ലോ. അവിടെ തുറന്നു വിട്ട ഭൂതം പോലെയായി, എല്ലാം കുളമാകും. അപ്പോ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നാ എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്. എന്തായാലും ചർച്ചയ്ക്ക് സാറിന്റെ ഈ വേദി വളരെ വിശാലമാണ്. ഒത്തിരി സന്തോഷവും നന്ദി അറിയിച്ച് നിർത്തുക സാർ. താങ്ക് യു. സാറ് പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് നമ്മുടെ വിവാഹത്തെ കുറിച്ച്, ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചുള്ള ജീവിതമാണല്ലോ വിവാഹം, വൈവാഹിക ബന്ധം എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 2 തരത്തില് നമ്മൾ വൈവാഹിക അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടെന്നാണ്. അഡ്ജസ്റ്റ്മെന്റുകൾ
ഇപ്പൊ സാബു സാർ പറഞ്ഞു അണ്ടർസ്റ്റാൻഡിങ്, അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്, അഡ്ജസ്റ്റ്മെന്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ രണ്ട് തരത്തില് അഡ്ജസ്റ്റ്മെന്റുകളുണ്ട് വൈവാഹിക ജീവിതത്തിൽ, എന്തായാലും ഉള്ള കാര്യമാണ്, സംശയമില്ല. അപ്പോ അഡ്ജസ്റ്റ്മെന്റുകൾ രണ്ട് തരത്തിലാണെന്ന് പറയുന്നത്. ഒന്ന് ഫോർ അഡ്ജസ്റ്റ്മെന്റ്, അതായത് കുടുംബം പുലർത്താൻ എല്ലാ സമയവും ഊർജങ്ങളും ശ്രമങ്ങളും നടത്തുക. അപ്പൊ അതിനുവേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ വ്യക്തിപരമായുള്ള കാര്യങ്ങൾ മാറ്റിവെക്കും, കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ത്യാഗം ചെയ്യും അല്ലെ. അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, അത് വൈവാഹിക ബന്ധത്തിൽ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മൾ പലതും ത്യജിക്കുകയാണ്, വ്യക്തിപരമായുള്ള സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെ. നമുക്കൊരു കുടുംബം മറ്റുള്ള, ഞാനിങ്ങനെ പണ്ടത്തെ പോലെ ബാച്ചിലായിരുന്ന സമയത്ത് പോലെ അതൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെ, അങ്ങനെ നടന്ന പോലെ. പിന്നെ രണ്ടാമതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, അതാണ് ഈ ജോർജ് സാർ ഇപ്പൊ പറഞ്ഞ കാര്യം, വി അഡ്ജസ്റ്റ്മെന്റ്. ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് ഫോർ അഡ്ജസ്റ്റ്മെന്റ്, രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ്. ഇങ്ങനെ ഈ അഡ്ജസ്റ്റ്മെന്റുകളാണ് നമ്മുടെ വൈവാഹിക ജീവിതം എന്നാണ് പറയുന്നത്. വി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോ ഈ ഇപ്പൊ ജോർജ് സാർ പറഞ്ഞ കാര്യമാണ്, തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അതിനാണ് നമ്മുടെ ഊർജവും സമയവും മുഴുവൻ ചെലവഴിക്കപ്പെടുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കണമല്ലോ, അതല്ലേ. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മള് ഏറ്റവും അധികം നമ്മുടെ വൈവാഹിക ബന്ധത്തിലെ സമയങ്ങൾ ചെലവഴിക്കപ്പെടുന്നത്. അതിന് വി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്നും പറയുന്നത്. അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടി, അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോകുമ്പോ പറഞ്ഞു ഈ ഇന്റിമസി, പലതരത്തിലുള്ള ഇന്റിമസി ഉണ്ടെന്ന് പറഞ്ഞു. അതായത് അഫെക്ഷണലായിട്ടുള്ള ഇന്റിമസി, അത് നേരത്തെ ഞാൻ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അഫെക്ഷണൽ ഇന്റിമസി എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡ്, ഒരു ഹഗ് അല്ലെ. ഇതൊക്കെ ഇപ്പോ 30-40 കൊല്ലം ഒന്നിച്ച് ജീവിച്ച ദമ്പതികൾ ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ജോർജ് സാർ പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡിങ്, ചിലപ്പോ ഒരു ഹഗ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ്, ഒരു ചുംബനം ഇല്ലേ, പല വാത്സല്യാത്മകമായിട്ട്. അതിന് മറ്റേ ലൈംഗികം സെക്സ് ഒന്നും കൂട്ടി ഇറങ്ങേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ആഗ്രഹിക്കുന്നത് അഫെക്ഷണൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട്, അങ്ങനെ ഒരു ഇന്റിമസി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതൊന്ന് കണ്ടെത്തിയിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് ചെയ്യാൻ നമുക്ക് തയ്യാറായി കഴിഞ്ഞാൽ ഇന്റിമസി തന്നെ വരികയായി എന്നാണ് പറഞ്ഞത്. പിന്നെ അതാണ് അഫെക്ഷണൽ ഇന്റിമസിയുടെ കാര്യം. എന്താണ് നമ്മൾ കണ്ടെത്തണം, നമ്മുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നത് എന്താണ്, അത് നമ്മൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പ്രത്യേകമായുള്ള കാര്യങ്ങളായിരിക്കും, അത് യുണീക്ക് ആയിരിക്കും. അത് രണ്ടാമത് വരുന്ന ഇന്റലക്ച്വൽ ഇന്റിമസിയാണ്, ബുദ്ധിപരമായിട്ടുള്ളത്. അതായത് ഇപ്പൊ ആരാ ഒരാൾ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ, ജെയിം ഫോസ്റ്ററിന്റെ ബുക്കിലാണ് വായിച്ചത്. അതായത് ഒരാൾ മറ്റൊരാളെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ആ മനുഷ്യൻ മറ്റേ മനുഷ്യനെ ബഹുമാനിക്കുന്നത് എന്ന് പറയുന്നത്, ശരിയായ ബഹുമാനം എന്ന് പറയുന്നത്. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞ പോലെ അഭിനയത്തിന്റെ രീതിയിൽ മുണ്ട് മുടക്കി കുത്തിയ മുണ്ട് അഴിച്ചിടുക, അല്ലെങ്കിൽ വന്ന എണീറ്റ് നിൽക്കുക, ഇതൊന്നുമല്ല ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് പറയാൻ ഉള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക മുഴുവനായിട്ട്. ഇതാണ്. അപ്പൊ ബുദ്ധിപരമായുള്ള ഇന്റലക്ച്വൽ ഇന്റിമസി ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ കേട്ടാൽ മതി, എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ സപ്പോർട്ടീവ് ഇന്റിമസി, പിന്തുണയ്ക്കുക. നാം ഓരോരുത്തരും പിന്തുണ ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മളെ ഏറ്റവും അധികം ഒന്നിച്ച് ജീവിക്കുന്നവരും അടുപ്പുള്ളവരുമായിട്ട് സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് സപ്പോർട്ട് വേണം. നമുക്കറിയാം മനുഷ്യൻ സോഷ്യൽ ബീയിങ് ആണ്, ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ നിലനിൽപ്പില്ല. അപ്പൊ നമുക്ക് മറ്റൊരാളുടെ സപ്പോർട്ട് അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഭാര്യയുടെ ഭർത്താവിന്റെ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്. അത് അല്ലെ, അതൊരു പർപ്പസ് തന്നെയല്ലേ വൈവാഹിക ജീവിതത്തിന്റെ. പരസ്പരം ഇമോഷണൽ വൈകാരികമായ പിന്തുണ കൊടുക്കുക എന്നുള്ളത്, അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഡിവോഴ്സ് ഈസി അല്ലേ, അല്ലെ. സൗഹൃദം കൂട്ടില്ലെങ്കിൽ ഡിവോഴ്സ് ഈസി അല്ലെ. അപ്പൊ അതൊക്കെ ഒരു ബേസിക് പർപ്പസ് അല്ലേ
വിവാഹത്തിന്റെ. അപ്പോ സപ്പോർട്ടീവ് ഇന്റിമസി അതിനെന്താ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞതുപോലെ ചെയ്യാം. ഞാൻ ഇങ്ങനെ ഇന്നതും ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഭർത്താവ് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭാര്യ ചെയ്യാം, ഭാര്യ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യാം. അത് സപ്പോർട്ടീവ് ആവും. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ആവശ്യമുള്ളത് അറിഞ്ഞിട്ടും അറിയാണെങ്കിലും ചോദിച്ചിട്ടോ അറിയില്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാലെങ്കിലും എത്തിച്ചു കൊടുക്കാം. ഇതിപ്പോ സപ്പോർട്ടീവ് ഇന്റിമസി കൂട്ടാനുള്ള ഒരു വഴിയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സപ്പോർട്ടിവിറ്റി. അപ്പൊ എന്താ നമ്മൾ ഇത്രയും പറഞ്ഞപ്പോ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ഇന്റിമസി എന്നുള്ള കാര്യം നൈസർഗികമായിട്ട് വരുന്ന ഒരു കാര്യമല്ല. അത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന, ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിച്ച് ജീവിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒന്നിച്ച് പ്രവർത്തിക്കുക. ഇപ്പോ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പൊ ഒരു പ്രവൃത്തി ഒരാൾക്ക് നമുക്ക് വിഭജനം ഉണ്ടല്ലോ അല്ലെ, ജോലി വിഭജനം. അതൊരു വലിയ വിഷയമല്ലേ. സ്ത്രീ ഇന്നത് ചെയ്യണം, ഭാര്യ ഇന്നത് ചെയ്യണം, ഭർത്താവ് മറ്റൊന്ന് ചെയ്യണം അല്ലെ. ഭാര്യ വീട്ടിന്റെ അകത്ത് നിന്നാ മതി, ഭർത്താവ് പുറത്ത് കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ ജോലി വിഭജനം അല്ലെ. ഇത് വലിയൊരു ഇഷ്യൂ അല്ലേ ഇത് ഈ ദാമ്പത്യ ബന്ധത്തില്. അപ്പോ മറിച്ച് ചിന്തിച്ചാലോ? ഇങ്ങനെ ഭാര്യയ്ക്ക് പ്രത്യേകമാക്കി വെക്കാതെയും ഭർത്താവിന് പ്രത്യേകമാക്കി വെക്കാതെ ഉള്ള രണ്ടുപേരും ഒരുമിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള മേഖലകൾ കൂട്ടി അപ്പൊ അങ്ങനെ ആക്ടിവിറ്റി ഓറിയന്റഡ് ഇന്റിമസി കൂടും. ആക്ടിവിറ്റി ഓറിയന്റഡ്, ഇന്റലക്ച്വൽ, സപ്പോർട്ടീവ്, ആക്ടിവിറ്റി ഓറിയന്റഡ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇന്റിമസിയെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ കൂടുതലായിട്ട്? ഓക്കെയാണ് സാർ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്തെങ്കിലും ആർക്കെങ്കിലും കൂടുതലായിട്ട് ടൈംസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കൊടുക്കാം. ഇന്റിമസിയുടെ 4 തലങ്ങളെ കുറിച്ചാണ്. എനിത്തിങ് മോർ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇന്റിമസി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോ ഒരു ടി വി കാണുന്ന കാര്യം. അപ്പം ഹസ്ബൻഡിന് ഇപ്പൊ സ്പോർട്സോട് ഭയങ്കര താല്പര്യമാണ്. അത് മാത്രമേ കാണുന്ന പറയുമ്പോ അത് നമ്മൾ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട. നമുക്കിപ്പം ഡോക്ടർ സാബു സാറിന്റെ ക്ലാസ് കേൾക്കണമെങ്കിൽ അത് ഇരുന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നെറ്റ്ഫ്ലിക്സ് എടുക്കാൻ, നമുക്കൊരു പടം കാണാന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ച് കണ്ടാല് അവിടെ തീർന്നു. നല്ല രീതിയിലുള്ള പ്രവർത്തനമായി അങ്ങനെ. അത് ആക്ടിവിറ്റി ഓറിയന്റഡ് ഇന്റിമസി ഉണ്ടാക്കും. അത് പൊതുവെ അപ്പൊ പരസ്പരമുള്ള ഇന്റിമസി കൂട്ടും. ഒന്നിച്ചിരുന്നിട്ടായിട്ട് കുഴപ്പം. ഒന്നിച്ചുള്ള പ്രവൃത്തി ഇതും അതാണല്ലോ, അതും സെയിം അല്ല. സിനിമ ആണെന്ന് ഒന്നിച്ചുള്ള പ്രവൃത്തിയായിട്ട് തന്നെ എടുക്കാം. ഇപ്പൊ ലേഷറാകുമ്പോ ലേഷർ ഒന്നിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. ലേഷർ അല്ലാതെയും ഇങ്ങനെ ആയിട്ട് എടുക്കാം. ആക്ടിവിറ്റി ആണല്ലോ അതും. ആ രീതിയിൽ നമുക്ക് എടുക്കാം. ആക്ടിവിറ്റിതായിട്ട് വരും. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്റിമസി നമുക്ക് എങ്ങനെ അതിന് എന്തെങ്കിലും നമുക്ക് അതിനെ കുറിച്ച് കൺസേൺ ആയിട്ടുള്ള, ഇന്റിമസിക്ക് കൺസേൺ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? അതായത് നമ്മളിപ്പോ ഭർത്താവായിട്ടും ഭാര്യയായിട്ടും ഒക്കെ ദശകങ്ങൾ ജീവിച്ച ആൾക്കാരില്ലേ, ഡിക്കേഡ്സ് അല്ലെ, 20, 30, 40 കൊല്ലമൊക്കെ ജീവിച്ച ആൾക്കാരില്ലേ. അപ്പൊ നമ്മുടെ അനുഭവങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. എല്ലാവർക്കും ഉറപ്പല്ലേ ഈ ഇന്റിമസി പറഞ്ഞ സാധനം വളരെ അത്യാവശ്യമായ കാര്യമാണ് വൈവാഹിക ബന്ധത്തില്. അതിൽ സംശയമുള്ള ആരും എന്നെ കേൾക്കുന്നുണ്ടായിരിക്കില്ല. ഇന്റിമസി വളരെ അത്യാവശ്യമായ കാര്യമാണ്. ആശയവിനിമയം പോലെ തന്നെ വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇന്റിമസി. അതില്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മെരിറ്റൽ എൻറിച്ച്മെന്റ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് തീർക്കാം. നമ്മൾ ചോദിച്ചു നമ്മുടെ ഓരോരുത്തരുടെയും ഇന്റിമസിയുടെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. അത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി കാണല്ലോ. നമ്മൾക്കറിയാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഓരോ രീതിയാണ്. അപ്പൊ ആ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്ക് കഴിയണം, അതിനെ അന്വേഷിക്കാൻ കഴിയണം. അപ്പൊ എന്താണ് ഇത്രയും നല്ലൊരു കാര്യമാണ് ഇന്റിമസി എന്നുള്ളൊരു കാര്യം. ഇതിന് കൺസേൺ ആയിട്ടുള്ള, ഉത്കണ്ഠതാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്? എന്തൊക്കെ നമ്മളെപ്പോഴും ഇന്റിമസിയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇന്റിമേറ്റ് അല്ലാത്ത ദമ്പതികൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. അവർക്ക് എപ്പോഴും ബുദ്ധിമുട്ട്, അവരെപ്പോഴും വറീഡൊക്കെ ആയിരിക്കും അല്ലെ. അവർക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകളായിരിക്കും. ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും. ഇന്റിമേറ്റ് അല്ലാത്തവർ, ഇന്റിമേറ്റ് ആണെങ്കിൽ
ഈ ട്രസ്റ്റ്, പരസ്പര വിശ്വാസം, എല്ലാ കാര്യങ്ങളിലും അവരുടെ സ്മൂത്ത് ആയിട്ട് പോകും ജീവിതം. അപ്പോ എന്തൊക്കെയാണ് കൺസേൺസ്, അവരുടെ കൺസേൺസ് എന്തൊക്കെയായിരിക്കും അങ്ങനെയുള്ള ദമ്പതികളുടെ? അതായത് അതിനുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. അതായത് വൈവാഹിക ജീവിതത്തിൽ ഒരു ഡു ഓർ ഡോൺസിന്റെ ലിസ്റ്റ് ഒരിക്കലും കീപ്പ് ചെയ്യരുത്. ഡു ആൻഡ് ഡോൺസ് ലിസ്റ്റ്, അതായത് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്നൊന്നും പറഞ്ഞ് ആരും വരരുത്, ആരും നിൽക്കരുത് ജീവിക്കാൻ. ഇത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്റിമസിക്ക് കൺസേൺ വരും, പ്രശ്നമാകും എന്നാണ് പറയുന്നത്. പിന്നെ നേരത്തെ നമ്മുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞുള്ള ഒരു കാര്യമാണ് പൊതുവായുള്ള വിശ്വാസങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസങ്ങൾ ഭാര്യയും ഭർത്താവിനും ചിലത് പൊതുവായിട്ട് ഉണ്ടാക്കട്ടെ. അപ്പൊ ഇന്റലക്ച്വൽ അല്ലെ, ഈ സ്പിരിച്വൽ ഇന്റിമസി ഇതിലെ തലത്തിലോട്ടൊക്കെ വരും. ഇല്ലെങ്കിൽ ഉണ്ടാക്കാം. സ്പിരിച്വൽ ഇന്റിമസി എന്ന് പറയുമ്പോൾ മതമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതല്ല, മതത്തിനായിട്ട് ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒക്കെ ഒരു സ്പിരിച്വൽ മൈൻഡ് ഉണ്ട്, അതിൽ ചില വിശ്വാസങ്ങൾ അതുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ യൂണിക്കായിട്ട് ഉണ്ടാവാതെ അതൊന്നും കോമൺ പൊതുവായിട്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം. ഭാര്യ ഭർത്താക്കന്മാര് ലൈംഗിക ഘടനകളിൽ വ്യത്യസ്തരായിട്ടുള്ളതാണ്. നമുക്ക് സെക്ഷുവാലിറ്റി അല്ലെ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു തനതായുള്ള കാര്യമാണ്, യുണീക്കാണ്. ഓരോ മനുഷ്യനും യുണീക്കാണ് ഓരോരുത്തരും സെക്ഷുവാലിറ്റി. പിന്നെ പുരുഷന് സ്ത്രീയായിട്ട് മാറ്റി വെക്കുമ്പോൾ അവര് വളരെയേറെ വ്യത്യസ്തമാണ് സെക്സിന്റെ കാര്യത്തില്. അപ്പൊ അത് വളരെ കോംപ്ലക്സ് ആണ്. അതുപോലെ തന്നെ അത് വൈകാരികമാണ്, ആത്മീയം. മനുഷ്യൻ എന്നുള്ള എന്തൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷണല്, സ്പിരിച്വല്, ഫിസിക്കൽ ആവശ്യങ്ങൾ ഓരോ മനുഷ്യനുണ്ട്, ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോ നമ്മള് വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രത്യേക പെരുമാറ്റത്തെ കുറിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അതായത് എന്റെ ഭർത്താവ് ഇങ്ങനെ പെരുമാറണം, ഭാര്യ ഇങ്ങനെ പെരുമാറണം എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ഉപേക്ഷിക്കാൻ തയ്യാറാവണം. കാരണം അതിനുള്ള കാരണമാണ് നേരത്തെ പറഞ്ഞത്. അതിപ്പോ എല്ലാ കാര്യത്തിലും വ്യത്യസ്തരാണ്, കോംപ്ലക്സ് ആണ്. ഇമോഷണൽ, സ്പിരിച്വൽ, ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങളുടെ കാര്യത്തില് പുരുഷനും സ്ത്രീയും. അപ്പൊ ഇന്നതാവണം എന്ന് ഉള്ള ആ രീതി, അത് ഉപേക്ഷിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഇന്റിമസിക്കുള്ള കൺസേൺ ഉണ്ടാകും. പിന്നെ ചില തത്വങ്ങളുണ്ട് ഇന്റിമസി ഉള്ള ബന്ധങ്ങൾ, ഇന്റിമേറ്റ് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചില തത്വങ്ങളുണ്ട്. അത് എന്താ വെച്ചാല് ഒരിക്കലും ആജ്ഞാപിക്കാൻ മനക്കെടരുത് എല്ലാ കാര്യങ്ങളിലും. ചില കാര്യങ്ങളിൽ അത്യാവശ്യമായിട്ട് വല്ലതും ആജ്ഞാപിക്കുന്നുണ്ടെങ്കിൽ ദുർലഭമായ കാര്യങ്ങളിൽ മാത്രമേ ആജ്ഞാപിക്കാവൂ. അത് ഏറ്റവും എല്ലാ കാര്യങ്ങളിലും ആജ്ഞാപിക്കുന്ന ഒരു തരമാണ്, സ്വഭാവതരമാണെങ്കിൽ അത് നെഗറ്റീവ് ഇന്റർനാഷണൽ ആണ് ആ വ്യക്തി, അത് ഉപേക്ഷിച്ചെത്തിരും. പിന്നെ ചില ആൾക്കാരുണ്ട് എല്ലാത്തിനും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ, അതായത് എല്ലാ വഴികളും പാപത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് ശക്തമായ നിയന്ത്രണം കുടുംബത്തിൽ കൊണ്ടുവരുന്ന ചില ആൾക്കാരുണ്ട്. ആരായാലും, ഭാര്യ ആയാലും ഭർത്തായാലും, അത് ഉപേക്ഷിക്കണം. പിന്നെ ഒരു നിയമം ഉണ്ടാവണം ഒരു കുടുംബമാണെങ്കിൽ, അതിന്റെ ഒരു സ്പിരിറ്റ് നമുക്ക് ഉണ്ടാവണം. നിയമത്തിനനുസരിച്ച് കുടുംബം, അതായത് ഒരു വ്യവസ്ഥ ഇല്ലാതെ കുടുംബം മുന്നോട്ട് പോകരുത്, ദാമ്പത്യ ബന്ധം മുന്നോട്ട് പോകരുത്. ആ ദമ്പതികൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു നിയമം ഉണ്ടായിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകണം. പിന്നെ വഴി കാര്യങ്ങൾ പഠിക്കാൻ ദമ്പതികൾ തയ്യാറാവണം. അതായത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് പാഠം പഠിച്ച് വഴി പഠിച്ചിട്ട് വരിയായി പഠിച്ചിട്ട് അത് അങ്ങനെ മുന്നേറണം ജീവിതം, ദാമ്പത്യ ബന്ധം. അല്ലാതെ ഒരു തെറ്റ് തന്നെ സാധാരണ സംഭവിക്കാറുന്ന തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് അതേ തെറ്റുകൾ തന്നെ വീണ്ടും ആവർത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള ജീവിതം ഒരു പാറ്റേൺ ആയിട്ട് പോവുക ചെയ്യാം. അതിൽ നിന്ന് മറിച്ചൊരു ചിന്ത. പിന്നെ കൂടുതൽ സംസാരിക്കാൻ തയ്യാറാവണം, ഡിസ്കസ് ചെയ്യാൻ തയ്യാറാവണം, സ്നേഹിക്കാൻ തയ്യാറാവണം, ഫീലിങ്സ് മനസ്സിലാക്കാൻ തയ്യാറാവണം. പിന്നെ രണ്ടുപേർക്കും ഇടയ്ക്ക് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുന്നത് ആ അഭിനയത്തിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെ ഒരു കാര്യം അഭിനയം മാത്രമാണ്, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അത്
ചർച്ച ചെയ്യണം. അതുപോലെ ഊഷ്മളതയോട് കൂടിയിട്ട്, ദയോട് കൂടിയിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ടാവണം. പിന്നെ മാക്സിമം പ്ലസന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുക, ശ്രദ്ധിക്കാം. പ്രസന്നവതനാവാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു പുഞ്ചിരി, ഒന്ന് ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ആ പുഞ്ചിരിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയെടുക്കാം. പിന്നെ ഒരു ഫ്രണ്ട് ആവാൻ, ഭർത്താവിന് ഭാര്യയുടെ ഫ്രണ്ട് ആവാൻ കഴിയുക, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ഫ്രണ്ട് ആവാൻ കഴിയുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാറേ ഉള്ളൂ. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാറില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്വന്തം 24 മണിക്കൂർ ഒന്നിച്ചു കഴിയുന്ന ഭാര്യയും ഭർത്താവും തമ്മിലെങ്കിലും ആ രീതിയിൽ ചിന്തിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ വളരെ ഗൈഡ് ചെയ്യാലോ. നമുക്ക് ഭർത്താവിന് ഭാര്യയ്ക്കും ഭർത്താവിനും ഗൈഡ് ചെയ്യാം. അവരുടെ പ്രവൃത്തികൾ പരിശോധിക്കാം, വേണ്ട നിർദ്ദേശങ്ങൾ നൽകാം. പിന്നെ ഒരേ ലക്ഷ്യത്തിലേക്ക് ജീവിക്കാൻ പറ്റുമോ? ഏറ്റവും നല്ല കാര്യമാണ്. ഏറ്റവും അധികം സന്തോഷമുള്ള വൈവാഹിക ജീവിതം ഉണ്ടാവും. അതിനുള്ള ശരിയായ അഡ്ജസ്റ്റ്മെന്റിലേക്ക് അവര് നീങ്ങും. ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പരസ്പരം കേൾക്കാൻ കഴിയുക, അതിനുള്ള കഴിവ് നേടുക. ഇപ്പോ സാധാരണഗതി ഭാര്യ ഭർത്താക്കന്മാർ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു അന്ത്യത്തിലേക്കാണ് എത്തുക. അതാണ് സംഭവിക്കാറ്. പക്ഷെ കേൾക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. നേരത്തെ ഇപ്പൊ ഈ ഡിസ്കഷനിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ട്രോയ് സാറാണ് പറഞ്ഞത്. അതായത് വ്യക്തിയെ മുഴുവനായിട്ട് സ്വീകരിക്കുക, ആക്സെപ്റ്റ് അൺകണ്ടീഷണലി. പിന്നെ എല്ലാ യുണീക്ക് ഗുണങ്ങളും അപ്പൊ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. സാധാരണഗതിയിൽ ഒരു സംസാരമുണ്ട്, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും മാറണം. ഇങ്ങനെയൊന്നും ജീവിച്ച പോരാ, അല്ലെ? അങ്ങനെ ഉഴപ്പി നടന്നിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ഭാര്യ ആയാലും ഭർത്താവായാലും ഒരു മാറ്റം വിവാഹം കഴിഞ്ഞാൽ വേണം. അതായത് നിർവികാരനായുള്ള ഒരു വ്യക്തി കല്യാണം കഴിച്ചാൽ കുറച്ച് വൈകാരിക അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ആ രീതിയിലോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റങ്ങളിൽ പറയുന്ന കാര്യം. ഇതുകൊണ്ട് നിരാശയും ഒക്കെയാണ് ഉണ്ടാവാന്ന് പറയുന്നത്. വിശ്വാസക്കുറവ്, നമ്മുടെ വിശ്വാസമില്ല, പരസ്പര വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു, അല്ലെ? ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നത്. അതായത് ഓരോ സ്പേസ് നമ്മൾ പറഞ്ഞു, രണ്ടുപേർക്കും പരസ്പരം സ്പേസ് കൊടുക്കുന്നത്. ഇങ്ങനെ മാറാനുള്ള സംവിധാനം അല്ല വിവാഹം. അവർക്ക് അവരായിട്ട് ജീവിക്കാനുള്ളതാണ്. ഭാര്യയ്ക്ക് ഭാര്യയായാലും അതേ വ്യക്തിയായിട്ട് മാറേണ്ട കാര്യത്തിനല്ല വിവാഹ ബന്ധം. അവരായിട്ട് തന്നെ ഇരിക്കും, കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്തിട്ട് ആണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഐ ലവ് യു, ഐ ലൈക്ക് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇത് മന്ത്രങ്ങളാണ്, വൈവാഹിക മന്ത്രങ്ങളാണ്. ഇത് എത്ര തവണ പറഞ്ഞാലും അത്ര തവണ ഇന്റിമസി കൂട്ടും. ഇപ്പോ അത് പറയുന്നത് എന്തിനാണ് പറയണത്? അത് അല്ലെ, ഈ മൈൻഡ് റീഡിങ്ങിന്റെ ആൾക്കാർ ഉണ്ടല്ലോ, തെറ്റായ ആശയവിനിമയത്തിന്റെ ആൾക്കാർ. കണ്ടാൽ അറിയില്ലേ, പ്രവൃത്തി കൊണ്ട് അറിയില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. എന്നാൽ അത് ശരിയല്ല. എത്ര ഇത്തരത്തിൽ പറയാൻ പറ്റുമോ അത്രയും നല്ലതാണ്. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് ഇടപെടലുകൾ. ഇപ്പോ ഒരു അഭിനയ ദമ്പതികളെ കുറിച്ച് പറഞ്ഞു, വീട്ടിലെത്തി കഴിഞ്ഞാൽ അവർ ഭയങ്കര നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു, അവരുടെ ഇന്ററാക്ഷൻസ് മുഴുവൻ നെഗറ്റീവ് ആണെന്ന് പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ നെഗറ്റീവ് ഇടപെടലുകൾ നമുക്ക് അത് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവർ നെഗറ്റീവായിട്ട് ഇടണം. അതാണ് സംഭവിക്കുന്നത് സത്യത്തില്, പാവങ്ങള്. എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പൊ സത്യത്തിൽ ഈ നെഗറ്റീവ് ഇടപെടലുകൾ എന്ത് ചെയ്യാൻ പറ്റും? അതങ്ങനെ വന്നു പോകുന്നതാ. അതായത് അച്ഛനും അമ്മയൊക്കെ നമ്മളൊക്കെ അടുത്ത് ഡോൺസ് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ സബ് കോൺഷ്യസിൽ കിടക്കണം. അതെങ്ങനെ അങ്ങോട്ട് അറിയാതെ ഓട്ടോമാറ്റഡ് ആയിട്ടാണ് വരുന്നത് നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വരുന്നത്. ഈ നെഗറ്റീവ് ഇടപെടൽ, നെഗറ്റീവ് തോട്ട്സ് വരുന്നു, ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് വരുന്നു, ഓട്ടോമാറ്റഡ് നെഗറ്റീവ് ബിഹേവിയേഴ്സ്, ഇന്ററാക്ഷൻസ് വരുന്നു. ഇതിൽ ഫീല് ചെയ്യാതിരിക്കാൻ, ഇതിങ്ങനെയാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക. പരസ്പരം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇടപെടൽ ഭാര്യയുടെ അടുത്തുണ്ടായാലും ഭർത്താവിന്റെ അടുത്തുണ്ടായാലും അതിൽ ഫീലിംഗ് ഉണ്ടാവാതിരിക്കുക വളരെ വലിയൊരു കാര്യമാണ്. ഇതിന്റെ ഈ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ നെഗറ്റീവ് ഇന്ററാക്ഷൻസ് വരുന്നു എന്നുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ അപ്പോ അതൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അപ്പൊ ഇത് ഈ അവയർനെസ്സിലാണ് ഇതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതായത്
സബ് കോൺഷ്യസിലാണ് ഈ വരുന്നത്, അറിയാതെയാണ് വരുന്നത്. ആ വ്യക്തിക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആ വ്യക്തിക്ക് അങ്ങനെ വന്ന് പോകുന്നതാണ് ആ ഇന്ററാക്ഷൻസ്. അത് ഒരു നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ജീവിതം കൊണ്ടോ ചിലപ്പോൾ മാറിയെന്നിരിക്കില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാല് ഇത് നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് കൺസേൺസ് ഉള്ളത്. ഈ കൺസേൺസ് ഇതിങ്ങനെ ഈ ഇന്റിമസിയുടെ കാര്യത്തില് ഉള്ള പോയിന്റുകൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇതൊക്കെയാണ്. ടൈം ആയിട്ടുണ്ട് കേട്ടോ, സമയം. അതെ, 8:28 പറയും. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇന്റിമസിയെ കുറിച്ച് ഒരുപാട് നമ്മൾ പറഞ്ഞു. കണ്ടിന്യൂ ചെയ്യാം അടുത്ത ആഴ്ച. അപ്പോ ഇത് എന്നാ സ്റ്റോപ്പ് ചെയ്യട്ടെ, ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ? സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. ഒത്തിരി ഉണ്ടില്ല, നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായി, പ്രത്യേകിച്ച് ഇന്റിമസിയുടെ ആഴത്തിലൂടെയുള്ള ചില യാത്രകൾ. സത്യത്തില് ഞാൻ പോലും ശ്രദ്ധിക്കപ്പെടാത്ത ചില പോയിന്റുകൾ സാർ അത് വളരെ മനോഹരമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലിംഗഭേദത്തിൽ, ഇന്റിമസിയുടെ ലിംഗഭേദത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചോളം ഷെയർഡ് ഡിസ്കഷൻ, ചർച്ചകൾക്കാണ് അല്ലെ, കൂടിയിരുന്ന ചർച്ചകൾ. എന്നോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവിടെ വരുന്നത്. പക്ഷെ പുരുഷന്മാരത് ചെയ്യുന്ന കാര്യത്തിലാണ്, ആക്ഷൻ ഓറിയന്റഡ് ആണ് എന്നുള്ള പോയിന്റ് ഒക്കെ വളരെ മനോഹരമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ സാർ അത് പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ആർക്കെങ്കിലും ഷെയർ ചെയ്യാമോ? ഇത്രയും ദീർഘിക്കാതെ ഷെയർ ചെയ്യും. റോയ് സാർ സ്റ്റാർട്ട് ചെയ്തു. സാർ കുറച്ച് പറഞ്ഞ ആലിംഗനത്തിന്റെ കാര്യം പറഞ്ഞില്ല, ഒന്നാമത്തെ കോഴ്സ്. അപ്പൊ അതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ തൻ്റെ പാർട്ട്ണറുടെ കൈക്കോ അല്ലെങ്കിൽ കാലിനോ ഒരു വേദന തോന്നുന്നു, അല്ലെങ്കിൽ തലയ്ക്ക് ഒരു വേദന തോന്നുന്നു പോകുമ്പോൾ ഒരു ടച്ചും ഒരു സ്വാതന്ത്ര്യവും ഒരു സ്പർശനവും ഒത്തിരി ഇൻറ്റിമസി ഉണ്ടാക്കുന്നതാണ്. ഒന്ന്. രണ്ട്, എനിക്ക് സ്നേഹമാണെന്ന് അറിയാമല്ലോ, പിന്നെ ഇതിനെ പ്രത്യേകിച്ച് പറയേണ്ടതും കാണിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നുണ്ട്. കാണിക്കേണ്ടത് ആവശ്യമാണ്, എന്നാൽ മാത്രമേ തിരിച്ചറിയുകയുള്ളൂ. പിന്നെ ആരോ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അതായത് ഈ ശാരീരിക ലൈംഗിക ബന്ധത്തിലെ കാര്യം പറഞ്ഞ കൂട്ടത്തില് ഈ ലൈംഗിക കേളി അഥവാ ഫോർപ്ലേയുടെ കാര്യം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇന്റിമസി പല ആൾക്കാരുടെയും നഷ്ടപ്പെട്ടു പോകുന്നതും ഒരു കാര്യമാണത്. അതില്ലാതെ വരുന്നതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുള്ളതായിട്ട് കണ്ടു. പിന്നെ പരസ്പരം ഒരു സെക്യൂരിറ്റി തോന്നണം, പാർട്ട്ണറുടെ പ്രസൻസിൽ ഒരു സെക്യൂരിറ്റി തോന്നണം. ചോദിച്ചില്ലായിട്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് അധികവും കാണുന്നത്, എന്നാലും അതൊരു സെക്യൂരിറ്റി ആവശ്യമാണ്. എൻ്റെ പാർട്ട്ണർ കൂടെ ഉള്ളപ്പോൾ ഞാൻ അതാണ് ഇന്ന് തോന്നുന്നത്. ഏതായാലും സാർ പറഞ്ഞ പല കാര്യങ്ങളും കുറേയൊക്കെ ഒന്നവിടെ ഒന്ന് റിക്കളക്ട് ചെയ്യുന്നതിനും സ്വന്തം ജീവിതത്തിലും അനുഭവത്തിലും ഒക്കെ ഒന്ന് കണ്ണോടിക്കുന്നതിനും സ്പർശിക്കുന്നതിനുള്ള അവസരം കിട്ടി. താങ്ക് യു സാർ. എനിക്ക് ഇത്രയും പറയാം. ഓക്കെ. ശ്രീകുമാരി മാം പറഞ്ഞോളൂ. അല്ലേ, ഞാൻ ഇപ്പൊ എനിക്ക് തോന്നിയതാണ് നല്ല ഗുഡ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്, വെഡിങ് ഗിഫ്റ്റ്, ഇതൊക്കെ കൊടുക്കുമ്പോ അതൊരു ഇന്റിമസിയുടെ ഒരു ഇതാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പോസിറ്റീവ് എനർജി, ഒരു കൂടുതലായി അറ്റാച്ച്മെന്റ്. ഞാൻ ഇവിടെ ഒരു കൂടുതൽ അറ്റാച്ച്മെന്റിനുള്ള ഒരു വഴി ഉണ്ടാവുമല്ലോ എന്ന് എനിക്കിപ്പോ തോന്നി. ഈ പോയിന്റ് ആഡ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ വിജയരാമൻ സാറിന് കുറച്ചും കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആണ്. നമ്മുടെ ഈ സെൻസറി ഇൻപുട്ടുകൾക്കനുസരിച്ച് ആളുകളുടെ ഇത് മാറുമല്ലോ. അപ്പം ചിലർ വിഷ്വൽ ആകും, ചിലർ ഓഡിറ്ററി ആകും എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പോയിന്റും കൂടെ ഇതിൻ്റെ അകത്ത് ഇന്റിമസി അല്ലെ, ഒരു നമ്മളുടെ സെൻസറി പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, രമാവതി മാം പറയും. ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക്, അതായത് വീണ്ടും ഞാൻ പറയാണ്, 3-ാം ക്ലാസ് പഠിക്കും അച്ഛൻ മരിച്ചിട്ട് അമ്മ പറയും, അമ്മ 38 വർഷം ജീവിച്ചു സാറേ, പക്ഷെ അവര് എവിടെ നമ്മൾ കുടുംബ വീട്ടിൽ പറയാം, നിന്റെ അമ്മ അച്ഛനും വന്ന ഒരു പാത്രത്തിൽ എവിടുന്ന് ഉണ്ണാന്ന് പറയും. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ സാർ, ഈ 38ാമത്തെ വർഷം അച്ഛന്റെ ഉച്ചക്ക് എല്ലാരും കൂടി ഒന്ന് ഭക്ഷണം കഴിച്ച് പിരിയും, കാരണം ആ ഒരു ഡേറ്റിന്.
അങ്ങനെ ആകുമ്പോ ഉണ്ടല്ലോ സാറേ, ആ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് 38ാമത്തെ വർഷം അമ്മ അറ്റാക്ക് ആയിട്ട് പെട്ടെന്ന് മരിച്ചുപോയി സാറേ, ഇരുന്ന് സംസാരിക്കുന്ന അമ്മ. അപ്പൊ അത് കുടുംബത്തിലൊരു അത്ഭുതമായിരുന്നു സാറേ, നമ്മുടെ കുടുംബത്തില്. അതുപോലെ നമ്മുടെ റോയ് സാർ പറഞ്ഞ പോലെ ഈ പിന്നെ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് പണ്ടുള്ള പോലെയുള്ള ഇതൊന്നും ചിലപ്പോ ആവണമെന്നില്ല മറ്റുള്ള കാര്യത്തില്. അപ്പം അതുപോലെ ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഒക്കെ ചെയ്യണം സാറേ. അല്ലാതെ പിന്നെ എന്നോട് ഇപ്പൊ ഇഷ്ടമില്ല എന്നെല്ലാം പറഞ്ഞ് മനസ്സിൽ കാര്യങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ നടക്കൂലല്ല കാര്യങ്ങൾ. അത് തമ്മില് എന്തായാലും തുറന്ന് പറയേണ്ട ഒരു കാര്യമാണ്. അത് നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ സാർ പറഞ്ഞ ഐ ലവ് യു, ഐ ലൈക്ക് യു, അത് ഇടയ്ക്കിടെ നമ്മളെ മനസ്സിൽ വേണം. താങ്ക് യു സാർ. ഓക്കെ, അമന ടീച്ചർ കൺക്ലൂഡ് ചെയ്തോളൂ, എന്തെങ്കിലും ടോപ്പിക് പറയാനുണ്ടെങ്കിൽ. റോയ് സാർ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സെക്യൂരിറ്റി, അത് ഹസ്ബൻഡിൻ്റെ വൈഫും തമ്മിലായാലും പാരൻസും മക്കളും തമ്മിലായാലും, ആ ഒരു സെക്യൂരിറ്റി ഭയങ്കര ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ ഉള്ള സമയത്ത് നമുക്കൊന്നും പേടിക്കാനില്ല. ആ ഒരു ഫീലിങ് വൈഫിനായാലും കുട്ടികൾക്കായാലും ഉണ്ടാവണം. അത് ഹസ്ബൻഡിനും തിരിച്ചും ആവശ്യമാണ്. എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുമ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കുക, അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടുന്നതിൻ്റെ ഒരു അവസ്ഥ പുരുഷന്മാർക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം പുറത്ത് ജോലി ചെയ്യുന്നവരാണല്ലോ സ്ത്രീകളും. എവിടെ ടെൻഷനുകൾ ഉണ്ടാവാൻ, നേരത്തെ സാർ പറഞ്ഞ പോലെ സ്ട്രെസ് എപ്പോഴും ഉണ്ടാകാം. അപ്പോൾ സാരമില്ലടോ, നമുക്കത് പരിഹരിക്കാം എന്ന് പറയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര സെക്യൂരിറ്റിയാണ്. അത് രണ്ടു കൂട്ടർക്കും ആകാം, തിരിച്ചും ആകാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാല് ജീവിക്കുമ്പം, എഴുതുമ്പം കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ, ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. താങ്ക് യു സർ. വെൽക്കം. ജോർജ് സാർ, ശുദ്ധോദരൻ ഡോക്ടർ ജോർജ് സാർ, ആർക്കെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ വിജയരാമൻ സാർ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ് നമ്മളിപ്പോ തുടങ്ങിയത് സംസാരം. ഇന്റിമസി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റൽ ഇൻഡിവിജ്വലിന്റെ കാര്യത്തിൽ ആശയവിനിമയം പ്രധാനമുള്ളതാണ്. പക്ഷെ അതിലേറെ പ്രധാനം ഇന്റിമസിക്ക് ഉണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ട് ഇന്റിമസി ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിലേക്കാണ് ആശയവിനിമയ പ്രശ്നം, കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ ഒക്കെ എത്തുന്നത്. പറയുമ്പോൾ ഈ ഇന്റിമസി എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും ചർച്ച ചെയ്തത്. അപ്പൊ എത്ര ചർച്ച ചെയ്താലും തീരാത്ത ഒരു ടോപ്പിക് കൂടിയാണിത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒന്ന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ എന്നെ കേൾക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് വ്യക്തത വരുത്തിയിട്ട് മുന്നോട്ട് പോകാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സബ്ജക്റ്റ് മനസ്സിൽ വെക്കണം. എന്നിട്ട് അതിൻ്റെ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് നൈസർഗികമായിട്ട് ഉണ്ടാവുന്നതല്ല, നാച്ചുറലായിട്ട് വരുന്നതല്ല, ഉള്ളതല്ല, ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബുദ്ധിപൂർവ്വം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിന് നമുക്ക് കഴിയുമെന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അത്ര എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഇൻസൈറ്റുകളാണ്. ഒത്തിരി ഡെവലപ്പ് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും സാറിൻ്റെ അടുത്ത ക്ലാസ്സുകളിൽ കണ്ടിന്യൂസ് ചർച്ച ചെയ്യാൻ പറ്റുന്ന നല്ല വേദി. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, പരസ്പരം ചർച്ച ചെയ്ത് അതിനെ സന്തുലിതാവസ്ഥ അല്ലേ, നമ്മൾ പേരൻ്റൽ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ വൈവാഹിക ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ കമൻസ് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെയോ അല്ലെങ്കിൽ ചുറ്റുപാടുകളൊക്കെ ഈ റിലേഷൻഷിപ്പ് എപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ്സ് നമുക്ക് കൃത്യമായിട്ട് നിഴലിച്ച് നിൽക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് ഇതിനകത്ത് ഒത്തിരി ചർച്ചകൾ നടത്താം. എനിവേ, താങ്ക് യു സാർ, വിജയരാമൻ സാർ, താങ്ക് യു എല്ലാവർക്കും. അടുത്ത തിങ്കളാഴ്ച വീണ്ടും നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാം. നാളെ കഥയിലുമുണ്ടൊരു കാര്യം. ശ്രീകുമാരി മാം അല്ല കേട്ടോ, മറ്റേ ലാബ്സൻ സാറാണേ.
അതിൻ്റെ അടുത്ത് നെക്സ്റ്റ് വീക്കിൽ ശ്രീകുമാരി. താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു, അതാദ്യം പറയാൻ വിട്ടുപോയി, സോറി. നല്ല ക്ലാസ് അല്ലേ വിജയരാമൻ സാറിന്റെ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യം പോലെ പറയേണ്ട കാര്യമല്ല സാറേ, തിരക്കിന് ശ്രീകൃഷ്ണന്റെ അടുത്ത് അവന് കൊണ്ടുപോയ പോലെ ഞാൻ തിരക്കിന് അത് പറയാൻ വിട്ടുപോയി. അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ സാർ എപ്പോഴും അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റ് തമ്മിൽ എപ്പോഴും പറഞ്ഞാലും സാർ പിടിക്കും. അപ്പൊ ഇന്ന് സാർ അത് വളരെ കൃത്യമായിട്ട് അത് 2 പോയിന്റ് സാർ കൊണ്ടു, 4 അഡ്ജസ്റ്റ്മെന്റ് എന്നും ബി അഡ്ജസ്റ്റ്മെന്റ്. ഇനി അഡ്ജസ്റ്റ്മെന്റിന്റെ തിയറിയിൽ ഇനിയും ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു.